അബോർഷൻ എന്താ? സോ ഹെഡിങ് എടുക്കുക. അബോർഷൻ എന്താ? അബോർഷൻ എന്താ? അബോർഷൻ അബോർഷൻ മീനിങ് എന്താ? അബോർഷൻ അബോർഷൻ എന്താ? അബോർഷൻ മീനിങ് എന്താ? അബോർഷൻ എന്താ? അബോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പഠിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മണിക്കൂറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഹെമറേജ് ഉണ്ടായിരുന്നു. അബോർഷൻ പഠിപ്പിക്കുന്നു പാടി ഞാൻ കഴിഞ്ഞ ക്ലാസ് മുമ്പായിട്ട് പറഞ്ഞാൽ ഹെമറേജ് ഉണ്ടായിരുന്നു. ഹെമറേജ് ഉണ്ടായിരുന്നു. ഹെമറേജ് ഉണ്ടായിരുന്നോ? 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 അബോർഷൻ പറഞ്ഞു പാടി ചോദിക്കട്ടെ. ഹെമറേജ് ഉണ്ടായിരുന്നു. സോ ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി എന്താ? ഇമ്പോർട്ടന്റ് ആണ്. ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി എന്താ? അബോർഷൻ ആണോ? ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി എന്താ? അബോർഷൻ ആണോ? ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി എന്താ? അബോർഷൻ ആണോ? ചോദ്യം വരും. ഞാൻ പഠിപ്പിച്ചതാണ്. ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി അബോർഷൻ ആണോ? യെസ് എങ്കിൽ യെസ് പറയുക. ഹെമറേജ് ബിഫോർ ദ പീരീഡ് ഓഫ് വയബിലിറ്റി അബോർഷൻ ആണോ? ആണോ? ആണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യം, ഒരു 95% അബോർഷൻ എളിപ്പെടുത്തല്ലേ. ഇവിടെ ഒന്നും നോക്കണ്ട, ഒരു നോട്ടും വായിക്കണ്ട. ഒരു 90% അബോർഷൻ വരാൻ കാരണം എളിപ്പെടുത്തല്ലേ. ഒരു 95% അബോർഷൻ വരാൻ കാരണം എളിപ്പെടുത്തല്ലേ. 95% അബോർഷൻ വരാൻ കാരണം ഏർലി പ്രഗ്നൻസി ആണോ? ഒരു 95% അബോർഷൻ വരാൻ കാരണം ഏർലി പ്രഗ്നൻസി ആണ്. ഒരു കാര്യം പഠിക്കുന്നുമ്പോ കുറെ കാര്യം അതറിയാതെ പഠിക്കണം. ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നുമ്പോ കുറെ കാര്യം അധികമായിട്ട് അറിഞ്ഞിരിക്കണം. ഏർലി പ്രഗ്നൻസിയിൽ എപ്പോഴും അബോർഷൻ കാരണം അല്ലേ? അബോർഷന്റെ മെയിൻ റീസൺ എന്താ? ഏർലി പ്രഗ്നൻസി അല്ലേ? അബോർഷന്റെ മെയിൻ റീസൺ എപ്പോഴും ഏർലി പ്രഗ്നൻസി അല്ലേ? അബോർഷന്റെ മെയിൻ റീസൺ എപ്പോഴും ഏർലി പ്രഗ്നൻസി ആണ്. അതുപോലെ ഇത് എക്ടോപിക് പ്രഗ്നൻസിയും ആൻഡ് മോളർ പ്രഗ്നൻസി ഉണ്ടോ? അതുപോലെ എക്ടോപിക് പ്രഗ്നൻസിയും മോളർ പ്രഗ്നൻസിയും ഉണ്ടോ? അബോർഷന്റെ മെയിൻ റീസൺ എപ്പോഴും ഏർലി പ്രഗ്നൻസി. 95% 95% എന്താ? ഏർലി പ്രഗ്നൻസി ആണ്. മറക്കരുത്, അബോർഷന്റെ 95% എപ്പോഴും ഏർലി പ്രഗ്നൻസിയും മാത്രമല്ല എക്ടോപിക് പ്രഗ്നൻസിയും അതുപോലെ മോളർ പ്രഗ്നൻസിയും വരാം. ഇത് ഒന്ന് ഓർമ്മിച്ചാൽ മാത്രമേ പഠിക്കേണ്ട ആവശ്യമില്ല. സോ സ്റ്റഡി അപ്പ്. അബോർഷൻ എന്താ? അബോർഷൻ പഠിക്കുമ്പോൾ എന്താണ് അബോർഷൻ? എപ്പോ വരുന്നത്? എവിടെയെങ്കിലും സ്പോണ്ടേനിയസ് കേട്ടിട്ടുണ്ടോ? സ്പോണ്ടേനിയസും ഇൻഡ്യൂസ്ഡ് ഉണ്ടോ? എവിടെയെങ്കിലും സ്പോണ്ടേനിയസ് എന്നും ഇൻഡ്യൂസ്ഡ് എന്നും രണ്ട് വാക്ക് എവിടെ കേട്ടിട്ടുണ്ടോ? സ്പോണ്ടേനിയസ് അബോർഷൻ എന്നും ഇൻഡ്യൂസ്ഡ് ഉണ്ടോ? പഠിക്കാം. എന്താണ് അബോർഷൻ? എന്താ? ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസി. എപ്പോഴാ? ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എപ്പോഴാ? അബോർഷൻ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എപ്പോഴാ? ബിഫോർ ഫീറ്റസ് റീച്ചസ് വയബിൾ ഏജ് ആണോ? ഇമ്പോർട്ടന്റ് കാര്യം. ഫീറ്റസ് വയബിൾ ആണോ? അബോർഷൻ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടോ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ശരിയല്ലേ? അബോർഷൻ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടോ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. അതറിയാം. അബോർഷൻ മീനിങ് എന്താ? സ്പോണ്ടേനിയസ് ആയിട്ടോ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. അറിയാം. പക്ഷെ എപ്പോഴാണ്? ബിഫോർ എപ്പോഴാ? ദ വയബിൾ ഏജ് എപ്പോഴാ? വയബിൾ ഏജ് ചോദിക്കും. വയബിൾ ഏജ് എപ്പോഴാ? ബിഫോർ 20 to 24 വീക്സ് ആണോ? 20 മുതൽ 24 വീക്കിന്റെ ആണോ? മുമ്പാണോ?
20-നും 24 വീക്കിന് മുമ്പല്ലേ? 20-നും 24 വീക്കിന് മുമ്പായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നായിട്ടോ, സ്പോണ്ടേനിയസ് പറയുമ്പോൾ പെട്ടെന്നല്ലേ, 20 ആഴ്ചയ്ക്ക് മുൻപായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നായിട്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പറഞ്ഞ പേരെന്താ? 20 ആഴ്ചയ്ക്ക് മുൻപായിട്ടോ സ്പോണ്ടേനിയസ് ആയിട്ടോ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ നമ്മൾ ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വന്നാൽ എന്ത് വിളിക്കാം? അബോർഷൻ അല്ലേ? 20 തൊട്ട് 24 വീക്കിൽ മുമ്പായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടോ, അത് പെട്ടെന്നായിട്ടോ, ഒന്നിൽ പെട്ടെന്നായിട്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ നമ്മൾ എന്തെങ്കിലും കൊടുത്തോണ്ടല്ലേ? ഇൻഡ്യൂസ് മീൻസ് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തല്ലേ, ശരിയല്ലേ? ഇൻഡ്യൂസ്ഡ് ആയിട്ടും ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വന്നാൽ വിളിക്കുന്ന പേര് അബോർഷൻ ആണ്, അല്ലേ? സോ ഇവിടെ ചോദ്യം ദ വയബിലിറ്റി ഒന്നുകിൽ എത്ര ആഴ്ച അല്ലെ എത്ര വീക്കാ? ഇവിടെ ചോദ്യം വയബിലിറ്റി എത്ര വീക്ക്? 20 തൊട്ട് 24 വീക്ക്. ചോദ്യം വയബിലിറ്റി എത്രയാ? 20 മുതൽ 24 വീക്ക്. അവർ ചോദ്യം. അതുപോലെ തന്നെ ഇവിടെ ഫീറ്റസിന്റെ വെയിറ്റ് വച്ച് ചോദ്യം ചോദിച്ചാൽ, ഫീറ്റസ് വെയിറ്റ് ലെസ് ദാൻ 500 ഗ്രാം അല്ലേ? 500 ഗ്രാമിന് താഴെ വരുമ്പോൾ, 500 ഗ്രാമിന് താഴെ വരുമ്പോൾ അല്ലെങ്കിൽ 20 മുതൽ 24 വീക്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രഗ്നൻസി പറഞ്ഞ പേരെന്താ? അബോർഷൻ അല്ലേ? 500 ഗ്രാമിന് താഴെ വരുമ്പോഴോ അല്ലെങ്കിൽ 20 മുതൽ 24 വീക്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടോ ചെയ്യുന്ന ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പറയുന്ന പേരെന്താ? അബോർഷൻ അല്ലേ? ഫീറ്റസിന് ലെസ് ദാൻ 500 ഗ്രാം വെയിറ്റ് വരികയോ അല്ലെങ്കിൽ 20 മുതൽ 24 വീക്കിനിടയിലോ സ്പോണ്ടേനിയസ് ആയിട്ടോ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പറയുന്ന പേരെന്താ? അബോർഷൻ അല്ലേ? അതല്ലേ പഠിക്കുന്നത്? അബോർഷൻ അല്ലേ? ഫീറ്റസിന്റെ വെയിറ്റ് 500 ഗ്രാമിന് താഴെ, മറക്കരുത്, ഫീറ്റസിന്റെ വെയിറ്റ് 500 ഗ്രാമിന് താഴെയോ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പീരീഡ് 20-നും 24 വീക്കിനിടയിൽ വരുമ്പോൾ, 20-നും 24 വീക്കിനിടയിൽ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടോ അതോ ഇൻഡ്യൂസ്ഡ് ആയിട്ടോ നമ്മൾ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? അബോർഷൻ. ക്ലിയർ? അബോർഷൻ ക്ലിയർ? എന്താണ് അബോർഷൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ലിയർ? അബോർഷൻ എന്ന വാക്ക് അർത്ഥം നാളെ പോയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക, വേറെ എവിടെയെങ്കിലും രാവിലെ 12 മണി ക്ലാസ് എടുക്കുക ചോദിക്കട്ടോ. നാളെ പോയിട്ട് എവിടെയെങ്കിലും ചോദിക്കട്ടോ, രാത്രി അറിയാം എവിടെയെങ്കിലും പഠിപ്പിക്കും എവിടെയെങ്കിലും? ഇല്ല, പഠിപ്പിക്കില്ല. അവരെ നോക്കട്ടോ, മറക്കാൻ. ഇവിടെ ഞാൻ വാക്ക് പറഞ്ഞു 20 വീക്ക് മുമ്പ് പറഞ്ഞില്ലേ? ഇവിടെ 20 വീക്ക് മുമ്പെന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ 20 വീക്ക് മുമ്പെന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? ഉറങ്ങില്ലേ? ഒരു ചോദ്യമുണ്ട്. 20 വീക്ക് മുമ്പാണെങ്കിൽ അബോർഷൻ പറയാം. ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ കഴിഞ്ഞ് വിളിക്കാം. 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? സ്റ്റിൽ ബർത്ത് ആണോ? ലോസ് ഓഫ് ഫീറ്റസ് ആഫ്റ്റർ 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ കഴിഞ്ഞ് വിളിക്കാം. സ്റ്റിൽ ബർത്ത് അല്ലേ? 20 വീക്ക് കഴിയുകയാണെങ്കിൽ, 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ കഴിയുകയാണെങ്കിൽ സ്റ്റിൽ ബർത്ത് എന്ന് വിളിക്കാം. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ രണ്ടും വ്യത്യാസമല്ലേ? 20 വീക്ക് ശേഷമാണെങ്കിൽ സ്റ്റിൽ ബർത്ത് അല്ലേ? 20 വീക്ക് ശേഷമാണെങ്കിൽ സ്റ്റിൽ ബർത്തും 20 വീക്ക് മുമ്പാണെങ്കിൽ എന്താ? വ്യത്യാസം മനസ്സിലായോ? അടുത്തൊരു വാക്കുണ്ട് ഇവിടെ, മിസ്കാരേജ്. എന്താ? അടുത്തൊട്ട് ഏമുണ്ട്. മിസ്കാരേജ് എന്താ? അറിയാം, അവർക്കറിയാം. സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അബോർഷനാണോ? നമ്മളൊന്ന് കൊടുക്കാന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന അബോർഷനെ പറയുന്ന പേരെന്താ? സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയി ഉണ്ടാവുന്ന അബോർഷനെ പറയുന്ന പേരെന്താ? സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയി ഉണ്ടാവുന്ന അബോർഷനെ പറയുന്ന പേര് മിസ്കാരേജ് അല്ലേ? സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയി ഉണ്ടാവുന്ന അബോർഷനെ പറയുന്ന പേര് മിസ്കാരേജ്. കിട്ടിയോ?
മൊത്തം 3 ടേമായി കിട്ടിയോ. 24 വീക്കിന് മുമ്പായിട്ട് ഇൻഡ്യൂസ്ഡ് ആയിട്ടോ സ്പോണ്ടേനിയസ് ആയിട്ടോ വരുന്ന ഇത് വിളിക്കാം. പ്രഗ്നൻസിയുടെ മുമ്പായിട്ട് 20 to 24 ആഴ്ച വരെയുള്ള സ്പോണ്ടേനിയസ് ഇൻഡ്യൂസ്ഡ് ടെർമിനേഷൻ വിളിക്കാം. ഇത് പ്രഗ്നൻസിയുടെ ബിഫോർ 20 to 20 weeks എന്താ അബോർഷൻ. ഫീറ്റസിന്റെ വയബിൾ ഏജിന് മുമ്പല്ലേ അബോർഷൻ. ഫീറ്റസിന്റെ വയബിൾ ഏജിന് മുമ്പല്ലേ അബോർഷൻ അല്ലേ അല്ലേ. അതുപോലെ തന്നെ 500 ഗ്രാമിന് താഴെയുള്ള വെയിറ്റുള്ള ഫീറ്റസിനായാലും അബോർഷൻ അല്ലേ അല്ലേ. 500 ഗ്രാമിന് താഴെ അബോർഷൻ അല്ലേ. അതുപോലെ തന്നെ 20 വീക്കിന് ശേഷമാണ് അത് വിളിക്കാം. 20 ശേഷമാണെങ്കിൽ സ്റ്റിൽ ബർത്ത് അല്ലേ. സ്റ്റിൽ ബർത്ത് അല്ലേ. സ്റ്റിൽ ബർത്ത് അല്ലേ. നാച്ചുറൽ ആയിട്ട് അബോർഷൻ സംഭവത്തെ വിളിക്കാം. നാച്ചുറൽ ആയിട്ട് അബോർഷൻ സംഭവിച്ചാൽ മിസ് ക്യാരേജ് എന്നും വിളിക്കാം. 3 വാക്കിന്റെയും അർത്ഥം മനസ്സിലാവും. ചില സമയത്ത് സ്റ്റിൽ ബർത്ത് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാകില്ല, മിസ് ക്യാരേജ് എത്തുമ്പോൾ മനസ്സിലാകില്ല, അബോർഷൻ കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ഇത് 3ഉം കണ്ടാൽ മനസ്സിലാക്കോ. സോ ദ മെജോറിറ്റി ഓഫ് അബോർഷൻ എപ്പോഴും ബിഫോർ 16 വീക്ക് മുമ്പാട്ടോ. മറക്കരുത്, 75% അബോർഷൻ എപ്പോഴും 16 വീക്കിന് മുമ്പാണ്. 16 ആഴ്ച മുമ്പല്ലേ. അറിഞ്ഞിരിക്കണം, എപ്പോഴും മെജോറിറ്റി ഓഫ് അബോർഷൻ എപ്പോഴും 16 ആഴ്ച മുമ്പെയാണ്. മറക്കരുത്. ക്ലിയർ. നൗ അബോർഷന്റെ കോസ് നോക്കാം. എന്ത് കോസ് ഉണ്ട് അബോർഷൻ? പ്രധാനപ്പെട്ട എന്ത് കോസ് ഉണ്ട് അബോർഷൻ? പ്രധാനപ്പെട്ട എന്ത് കോസ് ഉണ്ട്? എന്ത് കോസ് ഉണ്ട്? ഇൻഫെക്ഷനൊക്കെ പിന്നെ ഫസ്റ്റ് ഇസ് faulty the development of embryo. എങ്ങനെയാ the chromosomal abnormality ആണോ? the faulty the development of embryo എന്ന് പറയുമ്പോൾ chromosomal abnormality ആണോ? യൂട്രി അല്ല, പറഞ്ഞെന്താണ്? ക്രോമസോമൽ ആണോ? 50% എപ്പോഴും എന്താണ് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നാൽ അബോർഷൻ ആയിരിക്കും. അതിൽ തന്നെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാ? മോസ്റ്റ് കോമൺ ടൈപ്പ് ദ ക്രോമസോമൽ അബ്നോർമാലിറ്റി. ചോദ്യം വരും, അബോർഷൻ വരാൻ കാരണമായിട്ടുള്ള മോസ്റ്റ് കോമൺ ടൈപ്പ് ദ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഏതാ? ദ ഡൗൺ സിൻഡ്രോം. ഇതിന്റെ എഴുതി നോട്ട് വെച്ചു കേട്ടോ. ഇതിന്റെ സിൻഡ്രോം ഇല്ലേ, സിൻഡ്രോം മാത്രം ടുമോറോ മോർണിംഗ്, നാളെ ചോദിക്കട്ടോ. ടുമോറോ മോർണിംഗ് ഇത് സിൻഡ്രോംസ് ഇല്ലേ, ഇത് 21, ഇത് ഡൗൺ സിൻഡ്രോം 5 അത് എഴുതി നോട്ടല്ലേ. അത് ടുമോറോ മോർണിംഗ് ഞാൻ അയച്ചു പറയട്ടോ. ചോദിക്കുന്നവർ ചോദിക്കുക കേട്ടോ. സോ ദ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ക്രോമസോം അബ്നോർമാലിറ്റിയാണ്? ട്രൈസോമി 21 ആണോ? ട്രൈസോമി 21 ആണോ? ഇത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഏത് ക്രോമസോമിൽ അബ്നോർമാലിറ്റിയാ? ട്രൈസോമി 21 അല്ലേ. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ്. ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടക്കുന്ന അബോർഷൻ ഉണ്ടാകും. ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടക്കുന്ന അബോർഷൻ എപ്പോഴും എംബ്രിയോയുടെ ഫോൾട്ടി ഡെവലപ്മെന്റ് കൊണ്ട്, അതായത് ഈ പറഞ്ഞ ക്രോമസോമിന്റെ അബ്നോർമാലിറ്റി കൊണ്ട് വരാം. ആ മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം. മറക്കരുത്, മോസ്റ്റ് കോമൺ ആരാ? അബോർഷന്റെ മെയിൻ കോസ് എന്നാ? ഡൗൺ സിൻഡ്രോം വരാം. ക്ലിയർ. സെക്കൻഡ് കോസ് എന്താ? അത് വരാം. സെക്കൻഡ് ഇതാ ഇംപേർഡ് ഫീറ്റൽ സർക്കുലേഷൻ. എങ്ങനെയാ സർക്കുലേഷൻ ഇംപേർഡ് ആവുന്നത്? ഫീറ്റൽ സർക്കുലേഷൻ ഇംപേർഡ് ആവുന്നത് അറിയാം. ഒരു വാക്കുണ്ട് സ്റ്റാർട്ട് ലെറ്റർ കെ ആണ്. ഫീറ്റൽ സർക്കുലേഷൻ ഇംപേർഡ് ആകാൻ വേണ്ടി ഒരു വാക്കുണ്ട്. ദ ടൈം ഫസ്റ്റ് ലെറ്റർ കെ ആണ്. നോട്ട് ഇത് KNOT നോട്ട് കേട്ടോ. എവിടെയെങ്കിലും നോട്ട് KNO കേട്ടോ. അംബ്ലിക്കോഡ് കാരണം
ഇതിവിടെ ഒരു ലോ ലൈൻ പ്രശ്നമല്ലേ, ലോ ലൈൻ പ്രശ്നമല്ലേ, ഇത് ലോ ലൈൻ പ്രശ്നമല്ലേ. അവിടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പ്ലാസന്റെ താഴോട്ട് വന്നാലും ഫീൽഡ് സർക്കുലേഷൻ, പ്ലാസന്റെ താഴോട്ട് വന്നാലും പ്ലാസന്റെ താഴോട്ട് വന്നാലും ഫീൽഡ് സർക്കുലേഷൻ കോംപ്രസ് ആവല്ലേ. പ്ലാസന്റെ താഴോട്ട് വന്നാലും ഫീൽഡ് സർക്കുലേഷൻ കോംപ്രമൈസ് ആവാറല്ലേ. പ്ലാസന്റെ താഴോട്ട് വന്നാലും ഇത് ലോ ലൈനിനകത്ത് സർക്കുലേഷൻ കോംപ്രമൈസ് ആവാറില്ലേ, ആവല്ലേ, ശരിയല്ലേ. പ്ലാസന്റെ താഴോട്ട് വന്നാലും സർക്കുലേഷൻ കോംപ്രമൈസ് ആവും. അവിടെ അബോർഷൻ അല്ലേ. അങ്ങനെ വരുമ്പോൾ അബോർഷൻ അല്ലേ, അങ്ങനെ വരുമ്പോൾ അബോർഷൻ ചാൻസസ് ഇല്ലേ, ഉണ്ട്. അങ്ങനെ വരുമ്പോഴും അബോർഷൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോമിനസ്, ഹൈഡ്രോമിനസ് പറയുമ്പോൾ പോളി ഉണ്ട്, ഒളി ഉണ്ടല്ലേ. അതർ കോഴ്സ് ആണ്. ഹൈഡ്രോമിനസ് വന്നു കഴിഞ്ഞാൽ പോളി ഉണ്ട്, ഒളികയില്ലേ, ഒളിയോ ഹൈഡ്രോമിനസ്, പോളി ഹൈഡ്രോസ് അല്ലേ. ഇതിന്റെയും എഴുതിയ നോട്ട് അയച്ചു കേട്ടോ. ഇതിന്റെയും ഞാൻ എഴുതിയ നോട്ട് ഓരോന്നും പറയും, ഓരോ വ്യക്തം പറയാണ്. ഇത് പോളി ഹൈഡ്രോമിനസ് എഴുതി, ഒളിഗോ എഴുതി അയച്ച് തരും കേട്ടോ. അറിയാണ് ആംനോട്ടിക് ഫ്ലൂയിഡിന്റെ പ്രശ്നം കൊണ്ടാണത്. ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടുന്നത് കൊണ്ടും കുറയുന്ന കണ്ടീഷൻ ഇത്. പോളി ഹൈഡ്രോം എന്ന് പറയുമ്പോൾ ആംനോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നതും കൂടുന്നതല്ലേ, അല്ലേ, അല്ലേ. ഇത് പോളി ഒഴുകും എന്ന് പറയുന്നതായിരിക്കും. പോളിയും ഒഴുകും എന്ന് പറയുമ്പോൾ ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടുന്നത് കുറയുന്നതല്ലേ. ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടിയാലും കുറഞ്ഞാലും അബോർഷന്റെ കോസ് അല്ലേ. ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടിയാലും കുറഞ്ഞാലും അബോർഷന്റെ കോസാണ്. മറക്കരുത്, ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടിയാലും കുറഞ്ഞാലും ആംനോട്ടിക് ഫ്ലൂയിഡിന്റെ കോസാണ്. ക്ലിയർ ആയോ? കോസ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇടയ്ക്ക് പറഞ്ഞ് രണ്ട് ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്ക് പറഞ്ഞ് രണ്ട് കാര്യം ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്ക് പറഞ്ഞ് രണ്ട് കാര്യം പഠിക്കുമെങ്കിലും രാത്രി പഠിക്കുന്നവർക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടി രണ്ട് കാര്യം പറഞ്ഞു, മറക്കരുത്. അത് മാത്രം വേറെ പ്രശ്നമുണ്ട്. ഓവർ സ്ട്രെച്ചിങ് ഓഫ് മയോമെട്രി, ഓവർ സ്ട്രെച്ചിങ് ഓഫ് മയോമെട്രി. കാരണം മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലോ പോളിഹൈഡ്രോമിക്സിലോ എന്താണ് പോളിഹൈഡ്രോ എന്ന് പറയുമ്പോഴും മൾട്ടിപ്ലക്സ് പറയുമ്പോൾ മൾട്ടിപ്ലക്സ് റിപ്ലക്സോ അങ്ങനെ ഡുപ്ലക്സോ രണ്ടോ മൂന്നോ ഒക്കെ വരുന്ന സമയത്ത് മയോമെട്രിയും നോർമലിനെക്കാട്ടിലും സ്ട്രെച്ച് ചെയ്തിടേ. രണ്ടോ മൂന്നോ കുട്ടികൾ ഒരേ സമയത്ത് വരും കൺട്രാക്ട് ചെയ്യും. രണ്ടോ മൂന്നോ കുട്ടികൾ ഒരേ സമയത്ത് വരുമ്പോൾ നോർമൽക്കാട്ടിലും മയോമെട്രി സ്ട്രെച്ച് ആവും. രണ്ടോ മൂന്നോ കുട്ടികൾ ഒരേ സമയത്ത് പുറത്തോട്ട് വരുമ്പോൾ മയോമെട്രി സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ആവാൻ സാധ്യതയുണ്ടോ? അതും അബോർഷനിലൂടെ, അതും അബോർഷൻ ലീഡ് ചെയ്യാം. ഒരേ സമയം രണ്ടോ മൂന്നോ ആൾക്കാർ പുറത്തോട്ട് വരാൻ ശ്രമിച്ചാലും അതും അബോർഷൻ ലീഡ് ചെയ്യും. അടുത്ത ചോദ്യം കേരള PSC ചോദ്യമാണ്. ദ ടോർസ് ദ ഡിസീസ് കേട്ടോണ്ടെങ്കിൽ ദ ടോർസ് സിൻഡ്രോം എന്നോ ദ ടോർസ് ഡിസീസ് കേട്ടോണ്ടെങ്കിൽ ദ കോസസിനകത്ത് പഠിക്കാൻ പോകുന്ന രാത്രി 12:30 12:30 AM അല്ലേ, രാവിലെയാണ്, രാവിലെ 12:30 അപ്പോഴാണ് ദ ടോർസ് ദ ഡിസീസ് എന്താ കോസാണ്. ഇതും അബോർഷന്റെ കോസാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കാറുള്ളത്, കമ്മ്യൂണിറ്റി പഠിക്കുക ടോർസ് പഠിക്കാറില്ലേ, ദ കമ്മ്യൂണിറ്റിക്ക് ടോർസ് പഠിക്കാറില്ലേ. പക്ഷെ അതുപോലെ തന്നെ അബോർഷനകത്തും പഠിക്കാം. കമ്മ്യൂണിറ്റി പഠിക്കും, ദ ടോർച്ച് പഠിക്കും, അതുപോലെ തന്നെ അബോർഷൻ പഠിക്കാം. എന്താണ് ദ ടോർച്ച് ഡിസീസിനകത്ത് ദ TO എന്താ? ദ T ഒറ്റ വാക്കല്ല, ദ T മാത്രം ഒറ്റ വാക്കല്ല. കഴിഞ്ഞ 2 വർഷം ശേഷം 22 ആയപ്പോൾ ദ TO ചേർത്ത് കേട്ടോ. ദ T ഒറ്റ വാക്കല്ല, ദ TO ഉണ്ട് കേട്ടോ. ദ TO എന്താ? പണ്ടൊക്കെ ആണെങ്കിൽ T മാത്രമേ ഉള്ളൂ. ഇപ്പൊ ദ TO എന്താ? ദ TO എന്താ? ദ ടോക്സോ പ്ലാസ്മോസ് അല്ലേ. ദ TO എന്ന ദ ടോക്സോ പ്ലാസ്മോസിസ്. ആറെന്താ? റുബല്ല. ആറെന്താ? റുബല്ല. C എന്താ? സൈറ്റോ മെഗാലോ വൈറസ് അല്ലേ. C ആണെങ്കിൽ സൈറ്റോ മെഗാലോ വൈറസ്. ആൻഡ് H എന്താ? ഹെർപെസ് സിംപ്ലക്സ് അല്ലേ. H എന്താ? ഹെർപെസ് സിംപ്ലക്സ്. ദ ടോർച്ച് വെക്കുമ്പോൾ ദ T ഒറ്റ വാക്കല്ല, ദ TO മാത്രം ഒറ്റ വാക്കാണ്. ടോക്സോ പ്ലാസ്മോസ് വരാം, റുബല്ല വരാം, സൈറ്റോ മെഗാലോ വൈറസ് വരാം, ആൻഡ് ഹെർപെസ് സിംപ്ലക്സ് വരാം.
ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കാം, ഒരു കാര്യം ഞാൻ പറഞ്ഞു, എക്സ്പ്രഷനിൽ പറഞ്ഞില്ല, ഓർമ്മിക്കുന്ന കാര്യം. ഇവിടെ ഇത് ഓ എന്ന് പറയില്ലേ, എന്താ ടി ഓ പറഞ്ഞില്ലേ, അവിടെ എന്താ ഇത് ഓ എന്താ? ഒരു കാര്യം എക്സ്പെഷ്യലി ബാക്കിയെല്ലാം എന്താ സിയും എച്ച് എല്ലാം പറഞ്ഞു. ഇത് ഓ എക്സ്പെഷ്യലി ഓർമ്മിക്കണം. ഓ എന്താ? അതർ എന്താ? ട്രാൻസ്പ്ലാസൽ ഇൻഫെക്ഷൻ ആണോ? ഓ എന്ന് പറഞ്ഞ അതർ ദ ട്രാൻസ്പ്ലാസന്റൽ ഇൻഫെക്ഷൻ ആണോ? ഓ എന്ന് പറയുന്നത് ഡോർസിനകത്ത് ഓ എന്ന് പറയുന്നത് അതർ ദ ട്രാൻസ്പ്ലാസൽ ഇൻഫെക്ഷൻസ് ആണ്. ആലോചിച്ച് പറയുക, ഓ എന്ന് പറയുന്നത് അതർ ദ ട്രാൻസ്പ്ലാസന്റൽ ഇൻഫെക്ഷൻസ് ആണ്. ലൈക്ക് ഏതൊക്കെയാ? പ്ലാസന്റ് വഴി ഇത് കടന്നു വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ ഏതൊക്കെയാ? ചോദ്യം വരും, ദ പ്ലാസന്റ് വഴി കമ്മ്യൂണിറ്റി ചോദിക്കും, പ്ലാസന്റ് വഴി കടന്നു വരാൻ സാധ്യത ഇൻഫെക്ഷൻ ഒക്കെയാ. ലൈക്ക് HIV ഉണ്ടോ? HIV ഉണ്ടോ? ഉണ്ട്. HBV ഉണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ടോ? ഉണ്ടോ? പ്ലാസന്റ് വഴി HIV വരാം, ഹെപ്പറ്റൈറ്റിസ് ബി വരാം. അതുപോലെ തന്നെ ഏതുണ്ട്? ചോദ്യം വരും, ഏതുണ്ട്? PV ഉണ്ടോ? PV ഹ്യൂമൻ പാർവ വൈറസ് ഉണ്ടോ? ഉണ്ടോ? അതുപോലെ തന്നെ സിഫിലിസ് ഉണ്ടോ? സിഫിലിസ് ഉണ്ടോ? ചോദ്യം വരും. ഇത് ഓ എന്ന് പറയുമ്പോൾ പ്ലാസന്റ് വഴി കടന്നു വരാനുള്ള ഇൻഫെക്ഷൻ HIV ഉണ്ട്, HBV ഉണ്ട്, ഹ്യൂമൻ പാവ് വൈറസ് ഉണ്ട്, സിഫിലിസ് ഉണ്ട്. അല്ലേ? പ്ലാസന്റ് വഴി കടന്നു വരാൻ സാധ്യതയുള്ള പോസ് ഒക്കെയാണ്. ക്ലിയർ? ക്ലിയർ? സോ പോസ് കിട്ടിയല്ലോ. പിന്നെ വേറെയും കോസ് ഉണ്ട്. സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് കർവ് വരാമോ? സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് കർവ് എന്താ പഠിക്കുന്ന? ഞാൻ വീണ്ടും ചോദിക്കാം, എന്താ പഠിക്കുന്നത്? അബോർഷൻ. സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് കർവ് വരാമോ? സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് പറയുമ്പോൾ എപ്പോഴും സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഒരു മെയിൻ കോസ് കേട്ടോ. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേ എപ്പോഴും എപ്പോഴും മെയിൻ കോസ് ആണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആയാൽ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് ആണ് എപ്പോഴും പ്രധാനമായിട്ട് വരുന്നത്. ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആരാ ഞാൻ പറഞ്ഞു? 40 ഇത് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ അല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 40 ദ ഡെവലപ്മെന്റ് എംബ്രിയോ അല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കോസ് എന്താ? അബോർഷന്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കോസ് എന്താ? 40 ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ അല്ലേ? ഇത് എംബ്രിയോ പ്രശ്നമല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണെങ്കിൽ എംബ്രിയോ പ്രശ്നം കാരണം വരാം. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് കാരണം വരാം. അടുത്തൊരു കോഴ്സ് എല്ലാ എക്സാമിനും ചോദിക്കും. ഇതിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വന്നവരാണ്. ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് ഇതിന്റെയും എഴുതിയ നോട്ട്. ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിക്കാണല്ലേ? ബ്ലഡ് എന്ന നോട്ട് കിട്ടിയാണോ എഴുതിയ? കിട്ടിയാണ്? അതിനകത്തുണ്ട്. കിട്ടിയല്ലോ. അഞ്ജന, അനിത കിട്ടിയായിരുന്നോ? എല്ലാവർക്കും കിട്ടിയല്ലോ. അതിനകത്ത് ഇത് കപ്പിൾ എപ്പോഴും ഹസ്ബൻഡിന് ബ്ലഡ് ഗ്രൂപ്പ് എ ഉണ്ടെങ്കിലേ, ഹസ്ബൻഡിന് ഗ്രൂപ്പ് എ ഉണ്ടെങ്കിലും വൈഫിന് ഓ ഉണ്ടെങ്കിലും എന്ത് വരാൻ ചാൻസ് ഉണ്ട്? അബോർഷൻ ഉണ്ട്. ഹസ്ബൻഡിന് എ ഗ്രൂപ്പ് ഉണ്ട്, വൈഫിന് ഓ ഗ്രൂപ്പ് ആണെങ്കിൽ അബോർഷൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആയതുകൊണ്ടോ? ഹസ്ബൻഡ് ഗ്രൂപ്പ് എ ആണ്, വൈഫിന് ഓ ആരെങ്കിലും ഉണ്ടോ? ഹസ്ബൻഡ് ഗ്രൂപ്പ് എ ആണ്, വൈഫിന് ഗ്രൂപ്പ് ഓ ആയതുകൊണ്ടോ? ഹസ്ബൻഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. കല്യാണം കഴിഞ്ഞ ആൾക്കാർ മാത്രം പറയുക. ഹസ്ബൻഡിന് എ ഗ്രൂപ്പ് ആണ്, വൈഫിന് ഓ ആണെങ്കിൽ ചാൻസ് ഫോർ അബോർഷൻ വരാം. ഹസ്ബൻഡ് എ ഗ്രൂപ്പ് ആണെങ്കിലും വൈഫിന് ഓ ഗ്രൂപ്പ് ആണെങ്കിലും ചാൻസ് ഫോർ അബോർഷൻ, അത് ഓർമ്മിക്കുക. സോ
ഉണ്ടായിരുന്നു പ്രസീത, ഉണ്ടായിരുന്നോ? പ്രസീത ഉണ്ടായിരുന്നോ അബോർഷൻ? ഉണ്ടായിരുന്നില്ലേ? പ്രസീത അബോർഷൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. പ്രസീത കമന്റ് ചെയ്യുന്നുണ്ട് അബോർഷൻ വന്നു, ശരിയല്ലേ? പ്രസീതയ്ക്ക് അബോർഷൻ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ആ കുട്ടിയെ അറിയില്ല. അബോർഷൻ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പൊ ശരിയല്ലേ? ഞാൻ പഠിപ്പ് ശരിയല്ലേ? പ്രസീതയ്ക്ക് അബോർഷൻ വന്നു, ശരിയല്ലേ? കാരണം പ്രസീതയ്ക്ക് ഇവിടെ അബോർഷൻ ഉണ്ടായെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയല്ലേ? പ്രസീതയ്ക്ക് അബോർഷൻ വന്നെങ്കിൽ ഞാൻ പഠിപ്പ് ശരിയല്ലേ? ഹസ്ബൻഡ് എ ഗ്രൂപ്പാണ്, വൈഫിന് ഇത് ഓ ഗ്രൂപ്പ് വന്നാൽ അബോർഷൻ വരാം. ഫസ്റ്റ് ടൈം എപ്പോഴും വരാം കേട്ടോ. അബോർഷൻ എപ്പോ വേണമെങ്കിലും വരാം. അത് ഓർമ്മിക്കുക, ചോദ്യം വരും. ക്ലിയർ? ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യം ലൈഫിൽ എപ്പോഴും ചോദിക്കും, ഉപകാരപ്പെടും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ വേറെ കാരണമുണ്ട്. ഇത് പ്രിമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻസ് അല്ലേ? ഇത് മെമ്പറൈൻസിന്റെ റപ്ചർ വരാമോ? മെമ്പറൈൻസിന്റെ റപ്ചർ വരാമോ? നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ കുറെ മെമ്പറൈൻസ് പറഞ്ഞില്ലേ? ദ പ്രിമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻസ് കാരണം വരാം. ദ പ്രിമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻസ് കാരണം അബോർഷന്റെ ഒരു കോഴ്സാണ്. അപ്പോൾ ഇനി കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട കാര്യം ഹസ്ബൻഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കേണ്ട കാര്യം ഇത് പേര് വേണ്ട, പേരറിയണ്ട, ഗ്രൂപ്പ് എന്താ? എനിക്ക് അബോർഷണൽ സമയം കളയാൻ താല്പര്യമില്ല, അവർ സങ്കടം അനുഭവിക്കാൻ താല്പര്യമില്ല, എന്താ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? ചോദിക്കോ? ചോദിക്കോ? ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എന്താ ചോദിക്കോ? അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ആൾക്കാരല്ല, കഴിയാറുള്ള ആൾക്കാർ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കണം കേട്ടോ. ഇത് എ ഗ്രൂപ്പും ഓ ഗ്രൂപ്പും വന്നാൽ, ഹസ്ബൻഡ് എ ഗ്രൂപ്പും വൈഫിന് ഓ ഗ്രൂപ്പ് വന്നാൽ ഒരു ചാൻസ് ഉണ്ട് അബോർഷൻ കേട്ടോ. ഹസ്ബൻഡിന് എ ഗ്രൂപ്പ് വന്നാൽ വൈഫിന് ഓ ഗ്രൂപ്പ് വന്നാൽ അബോർഷന്റെ ചാൻസസ് വളരെ ഹൈ, 90% അബോർഷൻ ഫസ്റ്റ് ടൈമിൽ വരാം. ക്ലിയർ? ക്ലിയർ? അയ്യോ, എന്റെ എ പോസിറ്റീവ് കേട്ടോ. എന്റെ അല്ലേ? എന്റെ എ പോസിറ്റീവ് കേട്ടോ. എന്റെ എ പോസിറ്റീവ്. എനിക്ക് ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് കേട്ടോ. എ പോസിറ്റീവ് എന്റെ ഗ്രൂപ്പില്ലേ? എ പോസിറ്റീവ് കേട്ടോ. എ പോസിറ്റീവ്. എ പോസിറ്റീവ്. അയ്യോ, പറയണ്ടേ എ പോസിറ്റീവ്. So next heading the types of abortion. So the next heading the types of abortion. Start here. പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഉണ്ട്? അബോർഷൻ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. അബോർഷൻ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് അബോർഷൻ ഏതൊക്കെയാണ്? സ്പോണ്ടേനിയസിലും ഇൻഡ്യൂസ്ഡ് അല്ലേ? അബോർഷൻ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് അബോർഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്പോണ്ടേനിയസും അതുപോലെ ഇൻഡ്യൂസ്ഡ് അല്ലേ? സ്പോണ്ടേനിയസ് അബോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഉണ്ട് അല്ലേ? അബോർഷൻ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് അബോർഷൻ ഉണ്ട്. സ്പോണ്ടേനിയസ് അബോർഷൻ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഉണ്ട് അല്ലേ? സ്പോണ്ടേനിയസ് വാക്കർത്ഥം എന്താ? സ്പോണ്ടേനിയസ് എന്താ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല, ഇൻവോൾട്ടറി അല്ലേ? ഇൻവോൾട്ടറി ലോസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലേ? കൺസെപ്ഷന്റെ പ്രോഡക്റ്റ് എല്ലാം ഇൻവോൾട്ടറി ആയിട്ട് പോകുന്നല്ലേ? കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് എല്ലാം ഇൻവോൾട്ടറി ആയിട്ട് ലോസ് ആവുന്നല്ലേ? കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് എല്ലാം ഇൻവോൾട്ടറി ആയിട്ട് ലോസ് ആവുന്നല്ലേ? സ്പോണ്ടേനിയസ്. കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് എല്ലാം ഇൻവോൾട്ടറി, നമ്മൾ അറിയാതെ തന്നെ പോകുന്നല്ലേ സ്പോണ്ടേനിയസ് അല്ലേ? യെസ് അല്ലേ? കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഇൻവോൾട്ടറി ലോസ് ആവുന്നതല്ലേ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് ആണ്. അതേസമയം ഇൻഡ്യൂസ്ഡ് എന്താ? ഇൻഡ്യൂസ്ഡ് ഈ സമയത്തൊക്കെ പറഞ്ഞ കളറുണ്ട്, വളരെ കളറുണ്ട്, അധികം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രഗ് ആണോ ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ? അത് ഞാൻ ഈ പറഞ്ഞ വാർത്തയിൽ കാണാറുണ്ട്. ഏതെങ്കിലും ഇത് ഡ്രഗ് യൂസ് ചെയ്യണോ? ഇത് ഡ്രഗ് യൂസ് ചെയ്യണം. അത് പറയുന്ന മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പറയുന്ന മുമ്പേ ഇൻഡ്യൂസ്ഡ് പറയുന്ന കേരള പി സി കമ്മ്യൂണിറ്റി യൂണിവേഴ്സിറ്റിയില്ലേ, കേരള പി സി എക്സാം കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട് MTP ആക്ട് എപ്പോഴാണ്? ഇതെല്ലാം പറഞ്ഞു കമ്മ്യൂണിറ്റി ചോദിക്കാം MTP ആക്ട് എപ്പോഴാണ്? ഇതെല്ലാം പറഞ്ഞു കമ്മ്യൂണിറ്റി ഹെൽത്ത് ചോദിക്കാം MTP ആക്ട് എപ്പോഴാണ്? 1971 ആണോ 72 ആണോ? അത് മറക്കരുത്. 1 ആണോ 2 ആണോ? MTP ആക്ട് 71 or 72? 2 അല്ലേ? 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 അത് മറക്കരുത്. പഠിക്കുന്നത് കമ്മ്യൂണിറ്റി പഠിക്കുന്നത് അല്ലേ? സോ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് കൊടുത്തല്ലേ?
ഇൻഡ്യൂസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് കൊടുത്ത് മേ ബി ലീഗൽ ആയിരിക്കാം ഓർ ഇല്ലീഗൽ ആയിക്കൂടെ. MTP എന്ന് പറയും മേ ബി ഇന്ന് ലീഗൽ ആയിക്കൂടെ. MTP ആക്ട് എപ്പോഴും വർഷം ഏതാ പറഞ്ഞേ? MTP ആക്ട് വർഷം ഏതാ? MTP ആക്ട് വർഷം ഏതാ? 1972 ആണോ 71 ആണോ? എപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് 71 എന്ന് എഴുതുമ്പോൾ 71 ആണോ 72 ആണ് അല്ലെ? 72 ആണ്. MTP ആക്ട് എപ്പോഴും 72 ആണ്. ഇതിൽ ഏറ്റവും പക്ഷെ അതായിരിക്കും ഇല്ലീഗൽ അല്ലേ? എപ്പോഴും ഇൻഡ്യൂസിനകത്ത് എപ്പോഴും നടക്കുന്ന അബോർഷൻ എന്താ? ലീഗലാണോ ഇല്ലീഗലാണോ? നമ്മുടെ കമ്മ്യൂണിറ്റി നോളജ് ഇല്ലാത്ത കുട്ടികൾ എപ്പോഴും ചെയ്യുന്നതല്ലേ? കുറെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കാറില്ലേ? ശരിയല്ലേ? നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ചുറ്റുപോകുന്ന ആൾക്കാർ കുട്ടികൾ കുറെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ച് ഇൻഡ്യൂസ് ചെയ്യാറില്ലേ കുഞ്ഞുങ്ങളെ? പറഞ്ഞേ. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് നോളജ് ഇല്ലാത്ത പറയാൻ പറ്റില്ല, നോളജ് ഉള്ള ആൾക്കാരില്ലേ? നോളജ് ഇല്ലാത്ത പറയാൻ പറ്റില്ല, നോളജ് ഉള്ളതും ഇല്ലാത്ത ആൾക്കാരും കുറെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ച് അബോർട്ട് ചെയ്യാറില്ലേ? അത് ഇല്ലീഗൽ അല്ലേ? അത് ഇൻഡ്യൂസ്ഡ് അല്ലേ? എന്തെങ്കിലും ഡ്രഗ് കൊടുത്തുകൊണ്ട് ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ അബോർട്ട് എന്ന് വിളിക്കാം, ഇൻഡ്യൂസ് അബോർഷൻ. ക്ലിയർ? നോക്കാം. നോ, രണ്ട് ടൈപ്പിനെയും സെപ്പറേറ്റ് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് സ്പോണ്ടേനിയസ് അബോർഷൻ. ഫസ്റ്റ് എടുക്കുക സ്പോണ്ടേനിയസ് അബോർഷൻ. സ്പോണ്ടേനിയസ് അബോർഷനകത്ത് കുറെ ടൈപ്സ് പഠിക്കാനുണ്ട്. സ്പോണ്ടേനിയസ് അബോർഷൻ കുറെ ടൈപ്സ് പഠിക്കും. ഏതൊക്കെയാ സ്റ്റാർട്ട് ചെയ്യാമോ? സമയത്ത് 1 മണിയാണോ? 12 1 മണിയായില്ലേ? കുറെ ടൈപ്സ് പഠിക്കണം. ടൈപ്സ് ഇല്ലേ? നോക്കാം. ഫസ്റ്റ് സ്പോണ്ടേനിയസ് അബോർഷൻ. സ്പോണ്ടേനിയസ് പറയുമ്പോൾ എക്സാമിനില്ലേ ടൈപ്സ് അല്ലേ? ടൈപ്സ് ചോദിച്ചു കേട്ടോ. എക്സാമിൽ എപ്പോഴും ടൈപ്സ് ആണ് എപ്പോഴും ഇത് കമ്പയർ ചെയ്യട്ടോ. ടൈപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ? ഈ ടൈപ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് എക്സാം ചോദിക്കട്ടോ. ടൈപ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടൈപ്സ് എടുത്ത് വെച്ചിട്ട് ആ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് ഈ പഠിക്കുന്ന അബോർഷന്റെ ടൈപ്സ് തന്നെ ആ രണ്ടെണ്ണം എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഒരു ചോദ്യം ചോദിക്കും. പഠിപ്പിക്കാൻ പോകുന്ന ടൈപ്സിനെ രണ്ട് ടൈപ്സ് എടുത്ത് വെച്ച് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടെ പലപ്പോഴും മിസ്സായി പോകാറുണ്ട്. മിസ്സാകരുത്. സോ പഠിക്കും. സ്പോണ്ടേനിയസ് അബോർഷന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് ത്രെട്ടൻഡ് അബോർഷൻ. സ്പോണ്ടേനിയസ് അബോർഷന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് ത്രെട്ടൻഡ് അബോർഷൻ. ത്രെട്ടൻഡ് എന്തായിരിക്കും? അതുപോലെ appearance of signs and symptoms of possible of fetus, but എന്താണ് ഫീൽ ലോസ് സിംറ്റം ഉണ്ടോ? പ്രഗ്നൻസി കണ്ടെയ്യാൻ പറ്റുമോ? പ്രഗ്നൻസി കണ്ടെയ്യാൻ പറ്റും. അവിടെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇത് ത്രെട്ടൻഡ് അബോർഷനകത്ത് പ്രഗ്നൻസി ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത് ചോദ്യം. ഉണ്ടോ? ഇത് ത്രെട്ടൻഡ് അബോർഷനകത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ആലോചിക്കുക. അബോർഷനുള്ള സൈൻ സിംറ്റം ഉണ്ട്. ഒറ്റ കാര്യം, അബോർഷൻ ആകാനുള്ള സൈൻ സിംറ്റം ഉണ്ട്. അബോർഷൻ ആകാനുള്ള സയൻസ് സിംറ്റം ഉണ്ട്. പക്ഷേ പ്രഗ്നൻസി കണ്ടിന്യൂ സാധ്യതയുണ്ടോ? അബോർഷനുള്ള സയൻസ് ആൻഡ് സിംറ്റം ഉണ്ടെങ്കിലും അബോർഷൻ ആകാനുള്ള സയൻസ് ആൻഡ് സിംറ്റം ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ സാധ്യത ഉണ്ടോ? ഇത് ത്രെട്ടൻഡ് അബോർഷൻ ഉണ്ട് അല്ലെ? അബോർഷൻ ആകാനുള്ള സൈനസ് സിംറ്റം ഉണ്ട് അല്ലെ? അബോർഷൻ വരാനുള്ള സയൻസ് ആൻഡ് സിംറ്റം എല്ലാം ഉണ്ടെങ്കിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എവിടെയാ? ത്രെട്ടൻഡ് അബോർഷൻ. അബോർഷനുള്ള സയൻസ് ആൻഡ് സിംറ്റം എല്ലാം ഉണ്ടെങ്കിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്താ ത്രെട്ടൻഡ് അബോർഷൻ അല്ലേ? അവിടെ സയൻസ് ആൻഡ് സിംറ്റം എന്ന് പറയുമ്പോൾ എന്ത് കാണും? എവിടെയെങ്കിലും സ്പോട്ടിങ് എന്ന വാക്കിടണമെങ്കിൽ സ്പോട്ടിങ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠിച്ചപ്പോഴോ സ്പോട്ടിങ് എന്ന വാക്കിടണമെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠിച്ചപ്പോഴോ എന്തെങ്കിലും വായിച്ചപ്പോഴോ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞപ്പോഴോ സ്പോട്ടിങ് എന്ന വേർഡ് ഫെമിലിയർ ആണ്. സ്പോട്ടിങ്
ആണോ? ഇവിടെ ഇത് പ്രഗ്നൻസി കണ്ടുവരാൻ സാധ്യതയുണ്ട്, പക്ഷെ അബോർഷന്റെ സൈൻ സിംറ്റം ഇല്ലേ? പ്രഗ്നൻസി കണ്ടുവരാനും പറ്റും, പക്ഷെ അബോർഷന്റെ സൈൻ സിംറ്റം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സൈൻ എന്താ? സ്പോട്ടിങ് എന്ന് പറയുന്നത്. സ്പോട്ടിങ്, ദ ബ്രൈറ്റ് റെഡ് വജീന ബ്ലീഡിങ് അല്ലേ? ദ ബ്രൈറ്റ് റെഡ് വജീന ബ്ലീഡിങ് പറയുന്ന പേരെന്താ? ദ ബ്രൈറ്റ് റെഡ് വജീന ബ്ലീഡിങ് പറയുന്നത് എന്താ? സ്പോട്ടിങ് അല്ലേ? വിത്തൗട്ട് അനി പെയിൻ ആണോ? പെയിൻ ആണോ? ഇന്റർമീഡിയറ്റ് പെയിൻ ആണോ? ആണോ? ദ ബ്രൈറ്റ് റെഡ് വജീന ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ സ്പോട്ടിങ് ആണ്. അത് വിത്തൗട്ട് പെയിനോടെ, പെയിനും പെയിൻ ഇല്ലാതെ എപ്പോഴും ബ്രൈറ്റ് റെഡിലായിട്ടുള്ള വജീന ബ്ലീഡിങ് വരാം. മറക്കരുത്. സ്പോട്ടിങ് ചോദിക്കും, ബ്ലീഡിങ് ചോദിക്കും. ഫസ്റ്റ് സൈൻ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് സൈൻ എന്താ? അബോർഷന്റെ, ത്രെട്ടൻഡ് അബോർഷന്റെ ഫസ്റ്റ് സൈൻ എന്താ? ത്രെട്ടൻഡ് അബോർഷന്റെ ഫസ്റ്റ് സൈൻ എന്താ? സ്പോട്ടിങ് അല്ലേ? സ്പോട്ടിങ് അല്ലേ? സ്പോട്ടിങ് അല്ലേ? ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് കണ്ടു, ഈ അബോർഷ സമയത്ത് സെർവിക്കൽ ഓയസ് ഓപ്പൺ ക്ലോസ് ആണ്. ഈ അബോർഷ സമയത്ത് സെർവിക്കൽ ഓയസ് ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആണ്? ഈ പറഞ്ഞ അബോർഷനിൽ, ഇതിന്റെ ത്രെട്ടൻഡ് അബോർഷനകത്ത് സെർവിക്കൽ ഓയസ് ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്? ആലോചിച്ച് പറയും. സെർവിക്കൽ ഓയസ് ക്ലോസ്ഡ് അല്ലേ? സെർവിക്കൽ ഓയസ് ക്ലോസ് അല്ലേ? സെർവിക്കൽ ഓയസ് ക്ലോസ് അല്ലേ? ഇവിടെ സെർവിക്കൽ ഓയസ് ക്ലോസ്ഡ് ആണ്. സോ അപ്പൊ ഓർമ്മിക്കണം, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് വജൻ ബ്ലീഡിങ് വരും. അതുപോലെ തന്നെ സെർവിക്കൽ ഓയസ് ഇതാണ് ക്ലോസ്ഡ് അല്ലേ? മാത്രമല്ല വളരെ ഡൾ പെയിൻ അല്ലേ? വളരെ ചെറിയ ഡൾ പെയിൻ ലോവർ യൂട്രൈനിൽ, ലോവർ അബ്ഡോമിനോട്, യൂട്രൈൻ അല്ല, ലോവർ അബ്ഡോമിനോട് ചെറിയൊരു ബാക്ക് പെയിൻ അല്ലേ? ചെറിയ ബാക്ക് പെയിനും അതുപോലെ തന്നെ ഇത് ലോവർ അബ്ഡോമിനില്ലേ, എപ്പോഴും ബാക്ക് സൈഡ് ഭാഗത്ത് ഒരു ചെറിയ പെയിനും ലോവർ അബ്ഡോമിനൽ ചെറിയ പെയിനും ഉണ്ടെങ്കിൽ അത് ത്രെട്ടൻഡ് അബോർഷന്റെ ക്ലിനിക്കൽ ഫീച്ചർ. മറക്കരുത്, ചെറിയ ബാക്ക് പെയിനും അതുപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ ഏരിയയിലും ഒരു ചെറിയ പെയിൻ വന്നാലും അത് ത്രെട്ടൻഡ് അബോർഷന്റെ ക്ലിനിക്കൽ ഫീച്ചറിനകത്ത് വരുന്ന കാര്യമാണ്. ക്ലിയർ? ഒറ്റ ചോദ്യം, ഇവിടെ ഇന്ത്യയിൽ ക്ലോസ് ഓപ്പൺ ആണ്. ഒറ്റ ചോദ്യം, ത്രെട്ടൻഡ് അബോർഷനകത്ത് OS ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്? സെർവിക്കൽ OS ഓപ്പൺ ഓർ ക്ലോസ്ഡ്? ക്ലോസ്ഡ്. ആൻഡ് ദ ഫസ്റ്റ് സൈൻ ഏതാ? ഫസ്റ്റ് സൈനിന്റെ പേരെന്താ? ഫസ്റ്റ് സ്പോട്ടിങ് അല്ലേ? ബ്രൈറ്റ് റെഡ് വജൻ ബ്ലീഡിങ്. രണ്ട് ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്, മറക്കരുത്. ശേഷം മൈൽഡ് ആയിട്ടുള്ള ബാക്ക് സൈഡിലും ലോവർ അബ്ഡോമിനൽ പെയിൻ വരാം. മാനേജ്മെന്റ് എന്തായിരിക്കും? എപ്പോഴും ഫസ്റ്റ് എന്താ? ബെഡ് റെസ്റ്റ് അല്ലേ? ആദ്യം ഒരേ കിടപ്പല്ലേ? വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു. അബോർഷൻ ചെയ്യണ്ടായിരുന്നു, ചെയ്തു പോയി. സങ്കടമല്ലേ? അങ്ങനെ അബോർഷനായ എന്തായിരിക്കും? ഒന്നുകിൽ സങ്കടമായിരിക്കും, ഫുൾ ബെഡ് അല്ലേ? ഇത് ബെഡ് റെസ്റ്റ് അല്ലേ? ഫസ്റ്റ് എന്താ? ബെഡ് റെസ്റ്റ് പഠിക്കുക. ഫസ്റ്റ് എന്താ? ബെഡ് റെസ്റ്റ് അല്ലേ? ഇതെന്താ? ഒരു പെരിനിയൽ പാഡ് വെക്കാറുണ്ടോ? സെക്കൻഡ് ആയിട്ട് പെരിനിയൽ പാഡ് വെക്കാറുണ്ടോ? ചോദിക്കട്ടെ. സെക്കൻഡ് ആയിട്ട് മാനേജ്മെന്റ് ആയിട്ട് ഇത് ത്രെട്ടൻഡ് അബോർഷനകത്ത് പെരിനിയൽ പാഡ് വെക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാ പെരിനിയൽ പാഡ് വെക്കുന്നത്? എന്തിനു വേണ്ടിയാ? ഇത് ബ്ലഡ് ലോസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? എത്രയാണ് ബ്ലഡ് ലോസ് പോയത് അറിയാൻ വേണ്ടിയാണോ? ഇത് ബ്ലഡ് ലോസ് എത്ര മാത്രം പുറത്തോട്ട് പോയെന്നും ഇത് ബ്ലഡിനകത്തുള്ള കൗണ്ട് നോക്കാൻ വേണ്ടിയാണോ പെരിനിയൽ പാഡ് വെക്കുന്നത്? ആണോ? എത്ര മാത്രം ബ്ലഡ് ലോസ് പുറത്തേക്ക് പോയി എന്നറിയാൻ വേണ്ടി അപ്പോഴും പെരിനിയൽ പാഡ് വെക്കാറല്ലേ? എത്ര മാത്രം ബ്ലഡ് പുറത്തേക്ക് പോയി എന്നറിയാൻ വേണ്ടി പെരിനിയൽ പാഡ് വെക്കാറ്. മാനേജ്മെന്റ് ആദ്യം ബെഡ് റെസ്റ്റ് കൊടുക്കും. മറക്കരുത്, മാനേജ്മെന്റ് ആദ്യം ബെഡ് റെസ്റ്റ് കൊടുക്കും. സെക്കൻഡ് ആയിട്ട് പെരിനിയൽ പാഡ് വെക്കും. ഇതിനു വേണ്ടിയാ എത്ര മാത്രം ബ്ലഡ് ലോസ് ഉണ്ടായി എന്നറിയാൻ വേണ്ടി പെരിനിയൽ പാഡ് വെക്കും. ശേഷം സെഡേറ്റീവ്സും അനാൽജസിക്സും കൊടുക്കാറില്ലേ? സെഡേറ്റീവ്സും അനാൽജസിക്സും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ കൊടുക്കും.
ഇഞ്ചക്ഷനായിട്ട് പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ കൊടുക്കാറുണ്ടോ? ഇഞ്ചക്ഷനായിട്ട് പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും കൊടുക്കാറുണ്ട് അല്ലേ? ശരിയല്ലേ? ചോദ്യം വരും. ക്ലിയർ? ക്ലിയർ? ഇത് ഫസ്റ്റ് ടൈം കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് ഏതാ പഠിച്ചത്? ഫസ്റ്റ് ടൈപ്പ് എന്ന് പഠിച്ചത് ഇത് ത്രെട്ടൺ അബോർഷൻ അല്ലേ? ഫസ്റ്റ് ടൈപ്പ് ആണ് ഇത് ത്രെട്ടൺ അബോർഷൻ. ക്ലിയർ? ഫസ്റ്റ് ടൈപ്പ് ആണ് ഇത് ത്രെട്ടൺ അബോർഷൻ. ക്ലിയർ ആയോ? ഞാൻ നോക്കുന്നറിയോ? ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? ഞാൻ നോക്കുന്നറിയോ? ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? റെക്കോർഡ് ആയില്ലെങ്കിൽ ഞാൻ വീണ്ടും നാളെ എന്റെ കണ്ണട നോക്കുന്നറിയോ? ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് രാവിലെ വീണ്ടും പണിയാണ്. കുറെ മണിക്കൂർ പോകും അല്ലേ? ഇന്ന് ഞാൻ കുറെ ഇന്നല്ലേ ഇന്നലെ അറിയാതെ റെക്കോർഡ് ഓണാക്കാൻ വിട്ടുപോട്ടെ. എന്നല്ലേ ഓപ്പണെ പറയുന്നില്ല, അറിയാതെ റെക്കോർഡ് ഓണാക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് അത് വിട്ടുപോയി. എന്ത് ചെയ്യും? റെക്കോർഡ് അവിടെ രാവിലെ 4 മണിയായപ്പോ റെക്കോർഡ് അവിടെ 4 മണിയെ 5 മണിയെ 6 മണിയെ റെക്കോർഡ് കൊടുക്കണ്ടേ? വീണ്ടും പഠിച്ചു അത്, വീണ്ടും പഠിപ്പിച്ചു അത്, വീണ്ടും പഠിപ്പിച്ചു അത്, പഠിച്ചോ അത്, പഠിച്ചോ, പഠിപ്പിച്ചല്ലേ? പഠിപ്പിച്ചു. ആരുടെക്കോ ഭാഗ്യം. ചോദ്യം വന്നാൽ ആരുടെക്കോ ഭാഗ്യം. സോ ഇത് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് ടൈപ്പ് കിട്ടി. സെക്കൻഡ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതാ? ഇൻഎവിറ്റബിൾ ഓർ കമ്പൾസറി അബോർഷൻ. സെക്കൻഡ് ടൈപ്പ് ഏതാ? ഇൻഎവിറ്റബിൾ അല്ലെങ്കിൽ കമ്പൾസറി അബോർഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഎവിറ്റബിൾ അല്ലെങ്കിൽ കമ്പൾസറി അബോർഷൻ. എന്താ? നേരത്തെ പറഞ്ഞ ത്രെട്ടൻഡ് അബോർഷൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞ ത്രെട്ടൻഡ് അബോർഷൻ അല്ലേ, അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ല. നല്ല പെയിൻ ഉണ്ട്, സെർവിക്സ് ഓപ്പൺ ആണ്. ഇത് പ്രോഡക്റ്റ് കൺസപ്ഷൻ അല്ലേ, അത് വജയിലോട്ട് വരികയാണെങ്കിൽ എന്താ പ്രശ്നം ചെയ്യാം? ഇന്നവിറ്റബിൾ ആണോ? അത് ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞ ഇത് ത്രെട്ടൻഡ് അബോർഷൻ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല പെയിൻ ആണ്, സെർവിക്സ് ഓപ്പൺ ആണെങ്കിൽ പ്രോഡക്റ്റ് കൺസപ്ഷൻ പാസ് ചെയ്ത് വജയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇന്നവിറ്റബിൾ അബോർഷൻ ആണോ? യെസ് ഓർ നോ? ഇന്നവിറ്റബിൾ അബോർഷൻ ആണോ? പ്രോഡക്റ്റ് കൺസപ്ഷൻ വജയിലോട്ട് വന്നു കഴിഞ്ഞ് ചെയ്യുന്നതാ ഇന്നവിറ്റബിൾ അല്ലേ? 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 അപ്പൊ ഇത് തുടക്കം ഏത് അബോർഷനാണ്? ഇതിൽ തുടക്കം ഏത് അബോർഷനാണ്? ഇന്നവിറ്റബിളിന്റെ തുടക്കത്തിൽ വരുന്ന അബോർഷൻ ഏതാ? ഇതിന്റെ ത്രെട്ടൻഡ് അബോർഷൻ അല്ലേ? ഇന്നവിറ്റബിൾ അബോർഷൻ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന അബോർഷൻ ഏതാ? ഇതിന്റെ ത്രെട്ടൻഡ് അബോർഷൻ അല്ലേ? തുടക്കം ഇതിന്റെ ത്രെട്ടൻഡ് അബോർഷൻ അല്ലേ? അല്ലേ? അവിടെ പെയിനും ബ്ലീഡിങ് ഉണ്ടാവും. സർവീസ് ഓപ്പൺ ആണോ? സർവീസ് ഓപ്പൺ ആണോ? സർവീസ് ഓപ്പൺ ആണോ? യെസ്. സെർവിക്സ് ഓപ്പൺ ആണെങ്കിൽ ദ പ്രോഡക്റ്റ് കൺസപ്ഷൻ വജൈന വഴി അത് പുറത്തോട്ട് വരികയാണെങ്കിൽ അത് ഇന്നവിറ്റബിൾ അബോർഷൻ അല്ലേ? 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 സെർവിക്സ് ഓപ്പൺ ആണെങ്കിലും ദ പ്രോഡക്റ്റ് കൺസപ്ഷൻ വജൈന വഴി പുറത്തോട്ട് വന്നാലും ഇന്നവിറ്റബിൾ അബോർഷൻ അല്ലേ? 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 ശരിയല്ലേ? സെർവിക്സ് ഓപ്പൺ ആണ്, ദ പ്രോഡക്റ്റ് കൺസപ്ഷൻ എന്താണ്? സെർവിക്സ് വഴി പുറത്തോട്ട് വന്നാൽ ഇൻഎവിറ്റബിൾ അല്ലെങ്കിൽ കമ്പൾസറി അബോർഷൻ എന്ന് വിളിക്കാം. കിട്ടിയോ? അല്ലേ? അല്ലേ? സെർവിക്സ് ഓപ്പൺ ആണ്, കൺസപ്ഷൻ ചെയ്യും വജന വഴി പുറത്തോട്ട് വരികയാണെങ്കിൽ ഇൻഎവിറ്റബിൾ അല്ലെങ്കിൽ കമ്പൾസറി അബോർഷൻ എന്ന് വിളിക്കാം. ക്ലിയർ? 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 ഒരു ചോദ്യമുണ്ട്. ഇന്നവിറ്റബിൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഇന്നവിറ്റബിൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, അത് പഠിക്കില്ല എങ്കിൽ ഓർമ്മിക്കണം കേട്ടോ. ഇന്നവിറ്റബിൾ അബോർഷൻ ഇപ്പോൾ 12 വീക്ക് മുമ്പ് എന്ത് ചെയ്യും? ഇന്നവിറ്റബിൾ അബോർഷൻ 12 വീക്ക് മുമ്പെയാണെങ്കിൽ ബിഫോർ ദ 12 വീക്ക് എന്ത് ചെയ്യും? അറിയാം, വാക്കുണ്ട്. ഇത് DNC ആണോ? ഓർ DNE ആണോ? DNC ആണോ ഓർ DNE ആണോ? ഡയറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ ആണോ ഓർ C ആണോ? തെറ്റിക്കാതെ പറഞ്ഞേ, C ആണോ E ആണോ? ഇന്നവിറ്റബിൾ അബോർഷൻ ബിഫോർ ദ 12 വീക്സ് എന്താ? നമ്മൾ ഡയറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ ചെയ്യുന്നത്. ഇവാക്യുവേഷൻ ആണോ? ഇവാക്യുവേഷൻ ആണോ C ആണോ? പറഞ്ഞേ. ഇത്
പറഞ്ഞേ ഇവാക്യുവേഷൻ ആണോ അത് ക്യൂരിറ്റേജ് ആണോ? ഇവാക്യുവേഷൻ ആണോ ക്യൂരിറ്റേജ് ആണോ? ഒറ്റ കാര്യം പഠിക്കുക. 12 ആഴ്ച മുമ്പാണോ ഇത് ഡി എസ് ചെയ്യുന്നത്? 12 ആഴ്ചക്ക് മുമ്പാണോ ഡി ആൻഡ് സി ചെയ്യുന്നത്? പ്രോഡക്റ്റ് കൺസെപ്ഷൻ തൊട്ട് മിച്ചമുള്ള ബാക്കിയെല്ലാം 12 വീക്ക് മുമ്പേ ആണെങ്കിൽ ഡി ആൻഡ് സി അല്ലേ? 12 ആഴ്ച മുമ്പേ ആണെങ്കിൽ ഡി ആൻഡ് സി അല്ലേ? 12 ആഴ്ച മുമ്പാണെങ്കിൽ ഡി ആൻഡ് സി അല്ലേ? 12 ആഴ്ചക്ക് മുമ്പേ ആണെങ്കിൽ ഡി ആൻഡ് സി അല്ലേ? പറഞ്ഞേ 12 ആഴ്ച മുമ്പ് ആണെങ്കിൽ ഡി ആൻഡ് സി. ശേഷം എന്തായിരിക്കും ഇൻഡക്ഷൻ ലെവൽ വരുന്നത്? 12 ആഴ്ച ശേഷമാണ് ഇൻഡക്ഷൻ അല്ലേ? 12 ആഴ്ച ശേഷമാണെങ്കിൽ ഇൻഡക്ഷൻ ലെവർ അല്ലേ? 12 ആഴ്ച ശേഷമാണെങ്കിൽ ഇൻഡക്ഷൻ ലെവറും മുമ്പേ ആണെങ്കിൽ ഡി ആൻഡ് സിയർ അല്ലേ? ഡി ആൻഡ് സിയർ അല്ലേ? സിയർ അല്ലേ? അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഇൻഡക്ഷൻ ലേബർ കൊടുക്കുന്ന ലേബർ ഇൻഡ്യൂസ് കൊടുക്കും. ഇൻഡക്ഷൻ ലേബറിനകത്ത് ലേബർ ഇൻഡ്യൂസ് കൊടുക്കും. ഓക്സിഡ് ഓക്സിജൻ ആൻഡ് ഗ്ലാൻഡ് ആണോ ഓർ ദ പ്രൊജസ്ട്രോൺ ആണോ? ഇൻഡക്ഷൻ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഓക്സിഡ് ഓക്സിജൻ ദ പ്രൊജസ്ട്രോൺ കൊടുക്കാറുണ്ടോ? ഇൻഡക്ഷൻ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓക്സിഡ് ഓക്സിജൻ ദ പ്രൊജസ്ട്രോൺ കൊടുക്കാറുണ്ടോ? ഇൻഡക്ഷൻ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓക്സിഡ് ഓക്സിജൻ പ്രൊജസ്ട്രോണും കൊടുക്കാറുണ്ട്. ക്ലിയർ? ടു ടൈപ്സ് കിട്ടിയല്ലോ. 2 ടൈപ്സ് ക്ലിയർ ആയാലും കംപ്ലീറ്റ് അബോർഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് കംപ്ലീറ്റ് അബോർഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് കംപ്ലീറ്റ്. എന്തായിരിക്കും അവിടെ കംപ്ലീറ്റ്? എന്താ പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തത്തിൽ പുറത്തോട്ട് പോകുന്നതാണോ? പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തമായിട്ട് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുന്നതാണോ? പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തമായിട്ട് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യണം ആണോ? പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തത്തിൽ പുറത്തോട്ട് എക്സ്പെൽ ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അല്ലേ? പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തമായിട്ട് പുറത്തോട്ട് എക്സ്പെൽ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ലേ? അല്ലേ? ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡ് ടൈപ്പിൽ ഇത് പുറത്തോട്ട് പോകും, പുറത്തെല്ലാം പോകും. അറിയണം. ഫസ്റ്റ് 2 ടൈപ്പ് പറഞ്ഞപ്പോൾ എല്ലാ പ്രോഡക്റ്റ് പുറത്തു പോയില്ലല്ലോ. ഫസ്റ്റ് 2 ടൈപ്പ് പറഞ്ഞപ്പോൾ എല്ലാം പുറത്തു പോയില്ലല്ലോ. യെസ് ഓർ നോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് 2 ടൈപ്പിൽ അത് പുറത്തേക്ക് പോയി എന്ത് ചെയ്യും? ഫസ്റ്റ് 2 ടൈപ്പിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി എന്താ ഡി ആൻഡ് സി അല്ലേ? ഫസ്റ്റ് 2 ടൈപ്പിൽ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്താ ഡി ആൻഡ് സി അല്ലേ? ഫസ്റ്റ് 2 ടൈപ്പിൽ എല്ലാം പുറത്തേക്ക് കൊണ്ട് കളയാൻ വേണ്ടി ഡി ആൻഡ് സി ശരിയല്ലേ? പക്ഷെ മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് അബോർഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ പ്രോഡക്റ്റ് കൺസപ്ഷൻ മൊത്തമായി തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും അല്ലേ? ഫസ്റ്റ് 2 ടൈപ്പിൽ എപ്പോഴും ഡി ആൻഡ് സി അല്ലേ? ഫസ്റ്റ് 2 ടൈപ്പിൽ എപ്പോഴും ഡി ആൻഡ് സിയും. പക്ഷെ മൂന്നാമത്തെ ടൈപ്പ് എത്തുമ്പോൾ കംപ്ലീറ്റ് അബോർഷൻ ആകുമ്പോൾ പ്രോഡക്റ്റ് കൺസപ്ഷനിലും ഓട്ടോമാറ്റിക് തന്നെ റിമൂവ് ആയി പൊക്കോളും. ക്ലിയർ? ആൻഡ് ഫോർത്ത് ഈസ് ഇൻകംപ്ലീറ്റ് അബോർഷൻ. നാലാമത്തെ കാര്യമാണ് ഇൻകംപ്ലീറ്റ് അബോർഷൻ. എന്തായിരിക്കും ഇൻകംപ്ലീറ്റ് അബോർഷൻ? ഫോർത്ത് ഈസ് ഇൻകംപ്ലീറ്റ് അബോർഷൻ. എന്തായിരിക്കും ഇൻകംപ്ലീറ്റ് അബോർഷന്റെ പ്രശ്നം എന്താണ്? റിമൈനിങ് പാർട്സ് ഓഫ് മെനി കോസ് എന്താണ് ഉണ്ടായിരിക്കും? പാർട്സ് എല്ലാം അകത്തുണ്ടായിരിക്കും. അകത്ത് കുറച്ച് പാർട്സ് ഉണ്ടായിരിക്കും. ഇൻകംപ്ലീറ്റിനകത്ത് അകത്ത് കുറച്ച് പറഞ്ഞ പുറത്തോട്ട് പോകുന്ന സംഭവങ്ങളുടെ കുറച്ച് പാർട്സ് അകത്തുണ്ടായിരിക്കും അല്ലേ? ആ പാർട്സ് അവിടെ ഇരുന്നിരുന്ന് ചെയ്യും ബ്ലീഡിങ്ങും സെപ്സിസ് ഉണ്ടായിക്കൂടെ? ആ പാർട്സ് എല്ലാം അകത്തിരുന്ന് തന്നെ ബ്ലീഡിങ്ങും സെപ്സിസ് ഉണ്ടായിക്കൂടെ? ആ പാർട്സ് എല്ലാം ഇവിടെ ഇരുന്നിരുന്ന് എന്ത് ചെയ്യും? അകത്ത് ബ്ലീഡിങ്ങും സെപ്സിസും ഉണ്ടാകാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡി ആൻഡ് സി അല്ലേ? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകംപ്ലീറ്റ് അബോർഷനകത്ത് ഇത് ഡി ആൻഡ് സി ചെയ്യാൻ പറ്റും. ഫസ്റ്റും സെക്കൻഡും ഫോർത്ത്
അവിടെ സൗണ്ട് കേൾക്കാമോ? ഫസ്റ്റും സെക്കൻഡും ഫോർത്ത് എന്ത് ചെയ്യും? ഫസ്റ്റും സെക്കൻഡും ഫോർത്ത് എന്ത് ചെയ്യും? ചെയ്യണോ? ഫസ്റ്റും സെക്കൻഡ് ഫോർത്ത് ആണെങ്കിൽ ഡി ആൻഡ് സി ആണോ? ഫസ്റ്റും സെക്കൻഡ് ഫോർത്ത് ആണെങ്കിൽ ഡി ആൻഡ് സി ആണോ? ആ, ആലോചിച്ച് പറയുക. യെസ്. പക്ഷെ ഇത് കംപ്ലീറ്റ് അബോർഷൻ ചെയ്യും. കംപ്ലീറ്റ് അബോർഷൻ ആണെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തോട്ട് പോയാൽ കംപ്ലീറ്റ് അല്ലേ? അല്ലെ? ഈ പറഞ്ഞത് പ്രോഡക്റ്റ് കൺസപ്ഷൻ ഫുള്ളും ഇത് പുറത്തേക്ക് പോയാൽ കംപ്ലീറ്റ് ആണ് അല്ലെ? അവിടെ ഡി ആൻഡ് സിയുടെ ആവശ്യം ഇല്ല. ക്ലിയർ? 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 കാര്യങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്നും ഇത് എവിടെ വേണം മനസ്സിലായല്ലോ? മനസ്സിലായോ? 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 മനസ്സിലായല്ലോ? പറഞ്ഞു മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ഈസ് ദ മിസ്ഡ് അബോർഷൻ. ഞാൻ നിങ്ങളുടെ ക്ഷമയല്ലേ? ഞാൻ നിങ്ങളുടെ ക്ഷമയല്ലേ? മാക്സിമം പരിശോധിക്കും കേട്ടോ. സമയം രാത്രി 1 മണിക്ക് വെച്ചിട്ട് ക്ഷമയുടെ മാക്സിമം ഞാൻ പരിശോധിക്കും. നിങ്ങളുടെ ക്ഷമയുടെ മാക്സിമം ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ കിടന്ന് രാവിലെ 12 മണി ഉറങ്ങണം. നിങ്ങളുടെ ക്ഷമയുടെ മാക്സിമം ഞാൻ രാത്രി ഇത് പരിശോധിച്ച ശേഷം രാവിലെ 12 മണി വരെ ഞാൻ കിടന്ന് ഉറങ്ങണം കേട്ടോ. അത് അങ്ങനെ ആയിപ്പോയി. നിങ്ങളുടെ ക്ഷമയുടെ മാക്സിമം ഞാൻ പരീക്ഷിക്കും. 1 മണി 7 2 മണി ക്ലാസ് എടുക്കും. പക്ഷെ എന്റെ കാര്യം നാളെ എന്താകുമെന്ന് എനിക്ക് അറിയില്ല. നാടിക്കും വരെ എന്താകുമെന്ന് എനിക്കറിയാം. സോ നെക്സ്റ്റ് ഹെഡിങ് കൂടെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇന്നില്ലേ അബോർഷൻ കംപ്ലീറ്റ് ചെയ്യാമോ? അബോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമോ? കംപ്ലീറ്റ് ചെയ്യാമോ? കംപ്ലീറ്റ് ചെയ്യാമോ? സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക മിസ്ഡ് അബോർഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഇടുക മിസ്ഡ് അബോർഷൻ. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹെഡിങ് ഇടുക മിസ്ഡ് അബോർഷൻ. മിസ്ഡ് അബോർഷൻ. മിസ്ഡ് അബോർഷൻ. തുടങ്ങാം. തുടങ്ങാം. മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് മിസ്കാരേജ് ഏറ്റവും മുൻപ് കേട്ടോ. ഞാൻ പോയി വെള്ളം കുടിച്ചു കേട്ടോ. കേട്ടോ, ഞാൻ പോയി ഓടിപ്പോയി വെള്ളം കുടിച്ചു വരാം. ഇത് 1 മണി ബ്രേക്ക് കേട്ടോ. 1 AM ഇല്ലേ? 1 AM ബ്രേക്ക് ഞാൻ പോയി വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളമില്ലേ കേട്ടോ? 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 ബ്രേക്ക് 1 AM വരെ 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് മാത്രം ബ്രേക്ക്. ഓടിപ്പോയിട്ട് 2 മിനിറ്റ് വെള്ളം കുടിച്ച് നിങ്ങൾ എല്ലാവരും കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ച് ഉറങ്ങില്ല കേട്ടോ. വെള്ളം കുടിച്ച് ഉറങ്ങരുത് കേട്ടോ. ഒരു ബ്രേക്ക് ആണ്. ഇപ്പൊ വെള്ളം കുടിച്ചു കേട്ടോ. എന്ത് ബ്രേക്ക് ആണ്? ബ്രേക്ക് ആണ്. മറക്ക ബ്രേക്ക് ആണ്.
സ്റ്റഡിയാം 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 സ്റ്റഡിയാമോ? സോ നെക്സ്റ്റ് കൊണ്ടുപോവാ. മിസ്റ്റ് അല്ലെങ്കിൽ മിസ്റ്റ് അബോർഷൻ പറയുന്നുണ്ടോ? മിസ്ഡ് അബോർഷൻ പറയുന്നുണ്ടോ? സെപ്റ്റിക് ആണോ സൈലന്റ് ആണോ അറിയണം ആദ്യം. മിസ്ഡ് അബോർഷൻ പറയുന്നുണ്ടോ? സെപ്റ്റിക് ആണോ സൈലന്റ് ആണോ? അത് വ്യത്യസ്തമാണ്. മിസ്ഡ് അബോർഷൻ മറ്റേ പേര് സെപ്റ്റിക് ആണോ സൈലന്റ് അബോർഷൻ ആണോ പഠിക്കണം. മിസ്ഡ് അബോർഷന്റെ മറ്റൊരു പേര് സെപ്റ്റിക് ആണോ സൈലന്റ് ആണോ? സൈലന്റ് അബോർഷൻ അല്ലേ? മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് അബോർഷൻ എന്ന് പറയുമ്പോൾ ഫീറ്റസ് 20 വീക്കിന് മുമ്പേ തന്നെ ഇത് ഡെഡ് ആവില്ലേ? മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് മിസ്കാർ എന്ന് പറയുമ്പോൾ ഓർമ്മയ്ക്ക് സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ദ മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് മിസ്കാരേജ് എന്ന് പറയുമ്പോൾ 20 വീക്കിന് മുമ്പേ തന്നെ ഫീറ്റസ് ഇത് ഡെഡ് ആവില്ലേ? 20 വീക്കിന് മുമ്പേ തന്നെ ഫീറ്റസ് ഡെഡ് ആവില്ലേ? ആവില്ലേ? ചോദ്യം പറയുന്നത് മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് മിസ്കാരേജ്. മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ സൈലന്റ് മിസ്കാരേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ മുമ്പേ തന്നെ ഫീറ്റസ് ഡൈ ആവില്ലേ? ദ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ ദ റീറ്റെയിൻ ഇൻ ദ യൂട്രസ് അല്ലേ? 20 വീക്ക് മുമ്പേ തന്നെ ഫീറ്റസ് മരിച്ച ശേഷം യൂട്രസിൽ ദ റിമെയിൻ ചെയ്യുന്ന ശേഷം 8 ആഴ്ച വരെ അല്ലെങ്കിൽ അത് കൂടുതലോ 8 ആഴ്ചയോ അത് കൂടുതൽ ഫീറ്റസ് ഇത് ഡെഡായി തന്നെ യൂട്രസിനകത്ത് ദ റിമെയിൻ ചെയ്താൽ എന്ത് അബോർഷനാണ്? 8 ആഴ്ചയോ അധികമായിട്ട് ഈ ഫീറ്റസ് യൂട്രസിനകത്ത് 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ കൺസെപ്ഷൻ കഴിഞ്ഞ ശേഷം ഡെത്ത് ആയാൽ എന്ന് കണ്ടീഷനാ? 20 വീക്ക് മുമ്പേ തന്നെ ഫീറ്റസ് ഡൈ ആവുകയും ദ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ യൂട്രസ് റിമെയിൻ ചെയ്താൽ എന്ത് കണ്ടീഷനാ? 8 ആഴ്ചയോ അത് കൂടുതലോ? 8 ആഴ്ച കൂടുതലായിട്ടോ ദ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ യൂട്രസിനകത്ത് റീറ്റെയിൻ ചെയ്താൽ എന്ത് കണ്ടീഷനാ? 8 ആഴ്ചയോ അത് കൂടുതലായിട്ടോ 8 ആഴ്ചയോ അതിൽ കൂടുതലായിട്ടോ ദ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ പറഞ്ഞ യൂട്രസിനകത്ത് റിമെയിൻ ചെയ്താൽ എന്ത് കണ്ടീഷനാ? മിസ്ഡ് സൈലന്റ് അല്ലേ? 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 ഇവിടെ അബോർഷൻ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. ഇവിടെ അബോർഷൻ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. ഇവിടെ അബോർഷൻ സംഭവിച്ചു പറയാൻ പറ്റില്ല. കാരണം എന്താ? അബോർഷൻ സംഭവിച്ചു എന്ന് പറയാൻ കാരണം എന്താ? ആ കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് പുറത്തു വന്നോ? ഇല്ലല്ലോ. വെറും രക്തമേ ഉള്ളൂ അല്ലേ? വെറും രക്തായതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുരുഷ കുഞ്ഞുണ്ടല്ലേ? അനുകൊണ്ടായി പറക്കും. അനുവ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ട അറിയാലോ. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധപ്പെട്ടോ കൂട്ടുകാർക്കോ അറിയാലോ. അകത്തുണ്ട് ഉണ്ട് എന്ന് കരുതി കാത്തിരിക്കും. ശരിയല്ലേ? ഉണ്ട് ഉണ്ട് എന്ന് കാത്തിരിക്കും. പക്ഷേ എന്താണ്? ജീവൻ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. ശരിയല്ലേ? അനുകൊണ്ടിറങ്ങിലും ആണ് ഫ്രണ്ട്സിനോ ആർക്കും അറിയണ്ടോ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർക്കോ അനുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റ് കൺസെപ്ഷൻ പുറത്തോട്ട് വരുന്നില്ല, അറിഞ്ഞില്ല. 8 ആഴ്ചയിൽ കൂടുതലായി കഴിഞ്ഞാൽ മിസ്ഡ് അബോർഷൻ അല്ലേ? അല്ലേ? അല്ലെ? ശരിയല്ലേ? അല്ലേ? പക്ഷെ അവിടെ എന്താണ്? യൂട്രസിനകത്ത് ആ ഫീറ്റസ് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താ? ഇത് ഡെഡ് അല്ലേ? ഇത് ഡെഡ് അല്ലേ? ആണല്ലേ? മരിച്ചുപോയില്ലേ? ഫീറ്റസ് ഇത് ഡെഡ് ആയെന്ന് അറിഞ്ഞില്ല അല്ലേ? ശരിയല്ലേ? ഫീറ്റസ് ഡെഡായെന്ന് അറിഞ്ഞില്ല. അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫീറ്റസ് ഇത് ഡെഡായെന്ന് അറിഞ്ഞില്ലെങ്കിൽ മദറിന് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഫീറ്റസ് ഇത് ഡെഡായെന്ന് അറിയാതെ അകത്ത് തന്നെ ഇരുന്നാൽ മദർ കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫീറ്റസ് 3-4 ആഴ്ചയോ ഇൻഫെക്ഷൻ അല്ല. ഫീറ്റസ് 3-4 ആഴ്ചയോ ഇത് ഡെഡായിട്ട് അകത്ത് ഇരുന്നതോടെ കോയാഗുലേഷൻ ഡിസോർഡർ ഉണ്ടാകും. ഫീറ്റസ് ഇത് ഡെഡായി തന്നെ അകത്തിന് 3-4 ആഴ്ചക്കകം വരെ യൂട്രസിനകത്തിരുന്നാൽ കോയാഗുലേഷൻ ഡിസോർഡർ ഉണ്ടാകും. ഫീറ്റസ് ഇത് ഡെഡായി 3-4 ആഴ്ച എന്ത് അകത്തിരുന്നൂടെ കോയാഗുലേഷൻ
ദ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. സോ ചോദിക്കും എന്താ എന്താ മാനേജ്മെന്റ് എന്താ മുമ്പായിട്ട് ചോദിക്കട്ടെ. ഫീറ്റസ് 20 ആഴ്ച മുമ്പായിട്ട് ചോദിക്കട്ടെ. ഫീറ്റസ് 20 ആഴ്ച മുമ്പായിട്ട് ഇത് ഡെത്ത് ആവുന്നു. ഇത് പ്രോഡക്റ്റ് കൺസപ്ഷൻ എല്ലാം യൂട്രസിനകത്ത് തന്നെ റിമെയിൻ ചെയ്താൽ എന്താ പ്രശ്നം? വീണ്ടും ചോദിക്കട്ടെ, എക്സാം ചോദ്യം വരും. ഫീറ്റസ് 20 ആഴ്ച മുമ്പായിട്ട് ഇത് ഡെത്ത് ആവുന്നു. ദ പ്രോഡക്റ്റ് ഓഫ് കൺസപ്ഷൻ റിമെയിൻ ദ യൂട്രസ് തന്നെ റിമെയിൻ ചെയ്താൽ എന്ത് ടൈപ്പാ? മിസ്ഡ് അബോർഷൻ അല്ലേ? മിസ്ഡ് അല്ലേ? മിസ്ഡ് മറ്റേ എന്താ? മിസ്ഡിന് മറ്റേ എന്താ അവരുണ്ടോ? സൈലന്റ്. ഇത് കാരണം സൈലന്റ് അബോർഷനോ ദ മിസ്ഡ് അബോർഷനോ കാരണം മദറിന് എന്ത് കോംപ്ലിക്കേഷൻ വരാം? ഇൻട്രാ വാസ്കുലർ കോയാഗുലേഷൻ. കോയാഗുലേഷൻ ഡിസോർഡർ അല്ലെ? മദറിന് അകത്ത് തന്നെ കുട്ടി മരിച്ചിരിക്കുക കാരണം ഇൻട്രാ വാസ്കുലർ കോയാഗുലേഷൻ ഉണ്ടാവാം. ഈ എന്താ അതിന്റെ എന്താ മാനേജ് എന്താ? ഇൻഡക്ഷൻ ലേബർ ആണോ അത് DNC ആണോ? DNC അല്ലേ? 12 വീക്ക് മുമ്പാണെങ്കിൽ DNC അല്ലേ? 12 വീക്ക് മുമ്പാണെങ്കിൽ DNCയും ശേഷമാണെങ്കിൽ ഇൻഡക്ഷൻ ലേബറേ ഉള്ളൂ. ശരി, രണ്ടേ ഉള്ളൂ, രണ്ട് കാരണമുള്ളൂ, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. 12 വീക്ക് മുമ്പാണെങ്കിൽ എന്താണ് DNC, ശേഷമാണെങ്കിൽ ഇൻഡക്ഷൻ ലേബർ അല്ലേ? രണ്ട് ഓപ്ഷനേ ഉള്ളൂ. 12 വീക്ക് മുമ്പാണെങ്കിൽ എന്താണ് DNC, ശേഷമാണെങ്കിൽ ഇൻഡക്ഷൻ ലേബറേ ഉള്ളൂ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ? The sixth one is septic abortion. ആറാമത്തെ ടൈപ്പ് ആണ് septic abortion. എന്താ? The next type is septic abortion. Septic abortion എന്താ? ഒന്നുകിൽ യൂട്രസ് എന്തെങ്കിലും പ്രശ്നം വരുന്നു, യൂട്രസ് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫീറ്റസ് ഇൻഫെക്ഷൻ. ഫീറ്റസ് ഇൻഫെക്ഷൻ വന്നതോടെ യൂട്രസിന് മാത്രമല്ല, യൂട്രസിൽ ഇൻഫെക്ഷൻ ഉള്ള മെയിൻ കോസ് അല്ലേ? യൂട്രസിൽ ഇൻഫെക്ഷൻ മെയിൻ വരാം. യൂട്രസിൽ ഇൻഫെക്ഷൻ വന്നാലോ അത് കാരണം ഫീറ്റസ് ഇൻഫെക്ഷൻ ഒന്നൂടെ. ആദ്യം യൂട്രസിൽ ഇൻഫെക്ഷൻ വരുന്നു, അത് കാരണം ഫീറ്റസ് ഇൻഫെക്ഷൻ വന്നാലും സെപ്റ്റിക് അബോർഷൻ വന്നൂടെ? ഒന്നുകിൽ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം കാരണം ഇൻഫെക്ഷൻ വരുന്നു, ഒന്നുകിൽ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം കാരണം ഇൻഫെക്ഷൻ വരുന്നു. അതുപോലെ ഫീറ്റസ് ഇൻഫെക്ഷൻ വന്നാലും സെപ്റ്റിക് അബോർഷൻ വന്നുകൂടെ? യൂട്രസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ഫീറ്റസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും സെപ്റ്റിക് അബോർഷൻ വന്നൂടെ? വരാം. എങ്കിൽ ചോദിക്കും സെപ്റ്റിക് അബോർഷൻ എന്താ റീസൺ? സെപ്റ്റിക് അബോർഷൻ മെയിൻ കാരണം എന്താ? ഇൻകംപ്ലീറ്റ് അബോർഷൻ ആണോ? അബോർഷൻ ഇൻകംപ്ലീറ്റ് എന്നൂടെ? സെപ്റ്റിക് അബോർഷന്റെ മെയിൻ കോസ് അബോർഷൻ ഇൻകംപ്ലീറ്റ് എന്നൂടെ? ചെയ്ത അബോർഷൻ ഇൻകംപ്ലീറ്റ് എന്നൂടെ? അബോർഷൻ ചെയ്ത അനുകൊണ്ടോ ഇറക്കില്ല? അനുകൊണ്ടോ ഇൻകംപ്ലീറ്റ് അബോർഷൻ വരും. അതുപോലെ ഇല്ലീഗൽ അബോർഷൻ വരും. ഇല്ലീഗലായിട്ട് കുറെ ഗുളിക കഴിച്ച് കുറെ പുറത്ത് കളയുന്നു, ബാക്കിയെല്ലാം അകത്ത് റേറ്റ് ചെയ്തിരിക്കും അല്ലെ? ഇല്ലീഗൽ അബോർഷൻ പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറെ ഗുളിക വാങ്ങിക്കും, കഴിക്കും, ബാക്കിയെല്ലാം എന്താണ് അവിടെ അകത്തിരിക്കില്ലേ? അത് കാരണം ഇൻഫെക്ഷൻ കൂടെ. അറിയാലോ ശരിയല്ലേ? സെപ്റ്റിക് കൂടെ അനുഭവമുണ്ടോ? അനുഭവമില്ല, പഠിച്ചും കാണും. ഒരു അധികം വിവരമില്ലാത്ത ആൾക്കാരില്ലേ, കുറെ ഗുളിക വാങ്ങിച്ച് കഴിക്കും, എല്ലാം വെളിയിൽ പോകരുത്. ശരിയല്ലേ? അധികം വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പൈസ എത്ര വേണേലും കൊടുത്ത് കുറെ ഗുളിക വാങ്ങിച്ച് കഴിക്കും, അബോർഷൻ ആയി എന്ന് കരുതും. പക്ഷേ എന്താണ്? ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇത് കുറച്ച് മാത്രം പുറത്തേക്ക് പോകും, ബാക്കിയെല്ലാം അകത്തേക്ക് ഇരിക്കും. ശരിയല്ലേ? റൈറ്റ് ഓണം? ശരിയല്ലേ? സെപ്റ്റിക് ആയിക്കൂടെ? സെപ്റ്റിക് ആവും. ക്ലിയർ? 6 ടൈം കിട്ടിയും. 6 ടൈപ്പും ഈ രാത്രി 1 മണി ക്ലിയർ ആയി. 6 ടൈപ്പും രാത്രി 1 മണി ക്ലിയർ ആയി. എങ്കിൽ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്താ? ക്ലിനിക്കൽ ഫീച്ചർ സെപ്റ്റിക് കേട്ടോ. സെപ്റ്റിക്കിന് വേറൊന്നുമില്ല. സെപ്റ്റിക് ശ്രദ്ധിക്കാം, വേറൊന്നുമില്ല. സെപ്റ്റിക്കിന്റെ ക്ലിനിക്കൽ
സെപ്റ്റിക് വന്ന അതാ ഓർമ്മിക്കുക. സെപ്റ്റിക് വന്ന സെപ്റ്റിക് ഇപ്പോൾ അബോർഷൻ വന്നാലേ സെപ്റ്റിക് അബോർഷൻ വന്നാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ ക്ലിനിക്കൽ ഫീസ് എന്താ? ഫീവർ ഓർ ദ പൈറക്സി ആണോ? ഫീവർ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഫീവർ ആണോ? സെപ്റ്റിക് അബോർഷൻ എന്ന് പറയുമ്പോൾ യൂട്രസിൽ ഇൻഫെക്ഷൻ വരുന്നു, പ്രോട്ടോ കൺസെപ്ഷൻ ഇൻഫെക്ഷൻ വരുന്നു, അബോർഷൻ ആയിരിക്കുകയാണ് സമയമാണ്, പകുതി അകത്തിരിക്കുകയാണ്, പകുതി പുറത്തു പിടിക്കുകയാണ്. ഇൻഫെക്ഷൻ കാരണം ഫീവർ വരാം, പൈറക്സിയ വരാമോ? അതെപ്പോഴും മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റ് ആയിട്ട് മറക്കരുതേ. ഫീവസ് എന്താ? അകത്തിരിക്കുകയാണ്, പകുതി വെളിയിൽ പിടിക്കുകയാണ്. ഈ പറഞ്ഞ സെപ്റ്റിക് ആണെങ്കിൽ ഫീവർ വരാം, അല്ലേ? ഒന്നുകൂടെ വരാം. അതുപോലെ തന്നെ വജ ഡിസർവമോ, ഒഫൻസീവ് ദ പുരുലൻ വജ ഡിസ്ചാർജ് വരാമോ? വജ എന്ന് അകത്തിരിക്കുന്നുള്ളു തന്നെ, വജനയ്ക്കകത്ത് ഈ സംഭവം ഫുൾ അകത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലോട് കൂടിയുള്ള ഡിസ്റ്റർബ് ആയിരിക്കും. ആളിച്ചു പറയുക, ഒരു സ്മെല്ലോട് കൂടിയുള്ള ഡിസ്റ്റർബ് വരും. ആളിച്ചു നോക്കട്ടെ, അകത്തിരിക്കുക സാധനം കുറച്ച് ദിവസമായി. അതുകൊണ്ട് സ്മെല്ലായിട്ടുള്ള വരോ? പറഞ്ഞേ, ഞാൻ എല്ലാം പറയും. വരോ? ഒഫൻസീവ് ദ പൂർലൻ വജൻ ഡിസ്ചാർജസ് വരും. പിന്നെന്ത് വരും? അബ്ഡോമൽ ബ്ലീഡിങ് വരും, അല്ലേ? കോൺസ്റ്റന്റ് അബ്ഡോമൽ ബ്ലീഡിങ് വരാം. റൈഗറും ചികിത്സയോടെ ഒരു സാധനം ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം അകത്തിരിക്കുമ്പോൾ റൈഗറും ചികിത്സയോടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാധനം അകത്തിരിക്കുമ്പോൾ ഫീവർ വരുമ്പോൾ തന്നെ റൈഗറും ചികിത്സ മദറും ഒന്നുകൂടെ വരാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കാര്യം ടെക്കിക്കാർഡിയ വരാം. എല്ലാം അകത്തിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് കാര്യം ടെക്കിക്കാർഡിയ 110 ആണോ 100 ആണോ? 100 അല്ലേ? 100 to 120 ഇല്ലേ? വരില്ലേ? ടെക്കിക്കാർഡിയ വരാം. സോ ദീസ് ആർ ദ കോമൺ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. മറക്കരുതേ. മറക്കോ? കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സെപ്റ്റിക് അബോർഷന്റെ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം എന്താ? ഉത്തരം പറയണം. സെപ്റ്റിക് അബോർഷന്റെ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം എന്താ? ആര് പറയും ഉത്തരം? ഫീവർ. ബോഡി ടെമ്പറേച്ചർ ഹൈ ആവും, അല്ലെ? പൈറക്സിയ. ഇതായിരുന്നു കഴിഞ്ഞ എക്സസൈസ് ചോദ്യം. സെപ്റ്റിക് അബോർഷന്റെ ഫസ്റ്റ് സൈൻ അല്ലെങ്കിൽ സിംറ്റം വെച്ചാൽ പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ ആണ്. അനുവിന് ഫീവർ ആണോ? അനു ഫീവർ ആണോ? ലക്ഷ്മി ഫീവർ ആണോ? ഫീവർ പോകണ്ട, പഠിക്കട്ടോ. ലക്ഷ്മി ഫീവർ കുഴപ്പമില്ല. താൻ നിന്ന് കിടന്നോ ഇരുന്നോ പഠിക്കട്ടോ. കിടന്നോ ഇരുന്നോ കമന്നോ ഇനി എന്നാ ചാടി ഇരുന്നോ കാല് പൊക്കി വെച്ചോ താഴ്ത്തി വെച്ചോ എങ്ങനെ വേണേ പഠിക്കട്ടോ. ലക്ഷ്മി പഠിക്കട്ടോ. താൻ ബെഡിൽ തന്നെ ഇരുന്നും കമഴ്ന്നും കിടന്നും നിവർന്നും ചരിഞ്ഞും കാല് പൊക്കി വെച്ചും നിവർത്തി വെച്ചും അതേ ബെഡിൽ തന്നെ ഇരുന്ന് പഠിക്കട്ടോ. ഡിഫറെന്റ് പൊസിഷൻ യൂസ് ചെയ്ത് പഠിക്കട്ടോ. രാത്രി പഠിക്കട്ടോ. തന്റെ കേൾവിശക്തി, തന്റെ കാഴ്ചശക്തി എല്ലാം കൊണ്ട് ബ്രെയിനെ പഠിക്കട്ടോ. ബ്രെയിൻ പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. അല്ലാതെ ഫീവർ പറഞ്ഞ് ഒരു പതിവ് മൂടി കിടന്ന് ഉറങ്ങണോ? ഉറങ്ങരുത്. ക്ലിയർ? ഞാൻ പറയാനുണ്ടോ? ഞാൻ പറയുന്നത് ഇന്ന് പനിയാണോ? ഉറങ്ങോട്ടോ. ഞാൻ ഇപ്പൊ പറയാനുണ്ടോ? ഇത് പേഷ്യന്റ് പറയാം. ഇന്ന് പനിയാണോ? രാത്രി നല്ല ചൂടുവെള്ളം കുടിച്ച് ഗുളിക കഴിച്ച ശേഷം സുഖമായി ഉറങ്ങട്ടോ. ഞാൻ പറയാനുണ്ടോ? പേഷ്യന്റെ അടുത്ത് മാത്രം എന്താണ്? രാവിലെ കഴിക്കോ, രാത്രി നന്നായി ഉറക്കം, ഫുഡ് കഴിക്കുക, സമയം ഉറക്കം വേണം. പക്ഷേ ഇവിടെ വരുമ്പോ എന്താണ്? നേരെ തിരിച്ച് ഉറങ്ങരുത്. ഇമ്പോർട്ടന്റ് എന്താ? ടെക്കിക്കാർഡിയ വരാം. സെപ്റ്റിക് അബോർഷന്റെ ഫസ്റ്റ് സൈൻ എന്താ? ഹൈ ബോഡി ടെമ്പറേച്ചർ, പൈറക്സിയ. ഇനി അറിയാനുള്ളത് എവിടെയെങ്കിലും മെക്ഡൊണാൾഡ്സ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മെക്ഡൊണാൾഡ്സ് ഓപ്പറേഷൻ സർജറി ഓർ ശിരോഡ്കർ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ? മെക്ഡൊണാൾഡ്സ് ഓപ്പറേഷൻ സർജറി
ഇല്ല ഇല്ല കേട്ടില്ല. ചോദ്യം വരുവേ. ചോദ്യം വരും. The Shirokar or the McDonald's offers the opposite. Opposite. The competent ആയിട്ടുള്ള സർവീസിലെ കോമ്പിറ്റൻസ് ആയിട്ടുള്ള സർവീസിനെ ഫ്യൂച്ചർ ചെയ്യുന്ന സർജറി പെടുന്ന പേരെന്താ? അബോർഷൻ മുമ്പായിട്ട് കോമ്പിറ്റന്റ് ഉള്ള ഈ പറഞ്ഞ എന്താണ് ഈ സർവീസിനെ ഫ്യൂച്ചർ ചെയ്ത് വയ്ക്കുന്ന സർജറി പെടുന്ന പേരെന്താ? McDonald's ഓപ്പറേഷൻ അല്ലെ, ഓർ ദ ശിരോക്കർ ഓപ്പറേഷൻ വിളിക്കാറുണ്ട് അല്ലെ. അറ്റ് ദ 14 വീക്ക് പ്രഗ്നൻസി, 14 വീക്ക് പ്രഗ്നൻസിയില്ലേ, 14 വീക്ക് പ്രഗ്നൻസിയിൽ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഈ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യും. പേര് ചോദിക്കും, പേരെന്താ? ശിരോക്കർ അല്ലെങ്കിൽ McDonald's ഓപ്പറേഷൻ അല്ലെ. സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? സർജറി ചെയ്ത് വയ്ക്കുക. ഏത് സർജറിയാ? പേരെന്താ? ഇത് മറ്റേ McDonald അല്ല കേട്ടോ, ഇത് മറ്റേ McDonald അല്ല. ഇതാ മറ്റേ ചിക്കൻ തരുന്ന ഇത് McDonald അല്ല. ഇത് അതല്ല, ഇത് ബർഗർ അല്ല. ഇത് വേറെ McDonald ഓപ്പറേഷൻ ചെയ്യും കേട്ടോ. McDonald ദശകൾക്ക് ഓപ്പറേഷൻ ചെയ്യും. 6 ടൈപ്പ് ക്ലിയർ, 6 ടൈപ്പ് ക്ലിയർ, 6 ടൈപ്പ് ക്ലിയർ. 7th ഏതാ? 7th ഇസ് റെക്കറന്റ് മിസ്കാരേജ് അല്ലെങ്കിൽ ഹാബിച്വൽ. ആ ചോദ്യം, ഹാബിച്വൽ അബോർഷൻ. റെക്കറന്റ് മിസ്കാരേജ് അല്ലെങ്കിൽ ഹാബിച്വൽ അബോർഷൻ എന്തായിരിക്കും? ഓർമ്മിക്കണം, 1, 2, 3 അധികമായിട്ട് സ്പോണ്ടേനിയസ് അബോർഷൻ വന്നാൽ എന്ത് വിളിക്കാം? 3 അതിലധികമായിട്ട് സ്പോണ്ടേനിയസ് അബോർഷൻ വന്നാൽ വിളിക്കുന്ന പേരെന്താ? 3 അധികമായിട്ട് സ്പോണ്ടേനിയസ് അബോർഷൻ വന്നാൽ ഹാബിച്വൽ അബോർഷൻ. എവിടെ? ശരിയല്ലേ? 3 ഓർമ്മിക്കണം, 3 അധികമായിട്ട് ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് അബോർഷനെ പറയുന്ന പേരെന്താ? 3 അധികമായിട്ട് സ്പോണ്ടേനിയസ് അബോർഷനെ പറയുന്ന പേര് റെക്കറന്റ് അല്ലെങ്കിൽ ഹാബിച്വൽ അബോർഷൻ എന്ന് വിളിക്കാം. ഇതാണ് 7 ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ നോട്ട് ഞാൻ എഴുതരും. OBGക്കകത്ത് എഴുതരും. ഞാനിന്ന് പഠിപ്പിച്ച ടോപ്പിക് നന്നായിട്ട് മനസ്സിലാകും. ഈ രാത്രി ഞാൻ പഠിപ്പിച്ച അബോർഷൻ എന്ന ടോപ്പിക് ഒരു ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് പറഞ്ഞ മൊത്തം 3 നോട്ട് ചോദിക്കട്ടോ. 3 കാര്യം ഇന്ന് ചോദിക്കട്ടെ. 10 നിമിഷം ചോദിക്കട്ടെ. മാത്രമല്ല നാളെ ക്ലാസ് പോണം. 8 മണിക്ക് പോണം. 8 or 9? 8 മതി. 8. നാളെ 8 മണിട്ടോ. നാളെ 8 മണിക്ക് കേട്ടോ. നാളെ 8 മണിക്കാണ് വരിക. പഠിക്കുക, പോകുക. നാളെ മിക്കവാറും ന്യൂട്രീഷൻ പഠിക്കുക. ബാക്കി ന്യൂട്രീഷൻ ബാക്കി. കാരണം OBG കഴിയാറായി. ബാക്കി ന്യൂട്രീഷൻ ഉണ്ട്. വായിക്കുക. റിവിഷൻ ഞാൻ ഇതവിടെ എഴുതുന്നില്ലേ? ഞാൻ പഠിപ്പിക്കുന്നില്ലേ? വായിക്കുന്നില്ലേ? വരുന്നത് പഠിക്കും കേട്ടോ. ഉണ്ടല്ലോ. സോ ടുമാറോ നമുക്ക് 8 മണിക്ക് കാണാം. എല്ലാ ക്ലാസ്സും നോട്ടും അത് വായിക്കുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. നമുക്ക് നാളെ